الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل وبلغ مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة الروح نبينا وشفيعنا مصطفى محمد صلى الله عليه وسلم ثم إلى حضرة آبائه وأمهاته وأزواجه وذرياته وعطرته وأهل بيته وأصحابه أجمعين ثم إلى حضرة آبائنا وأمهاتنا وأقربائنا ثم إلى حضرة من نبينا ولمن أوصانا خصوصا ثم إلى حضرة من نبيناهم خاصة اللهم اغفر لنا واغفر لهم ورحمنا ورحمهم اللهم اجعل قبرنا وقبرهم روضة من رياض الجنة ولا تجعل قبرنا وقبرهم مغفرة وفر النيران اللهم انس وحشتهم وامن روعتهم ونفس كربتهم ونور محلتهم وارفع درجتهم وكلنا ولهم وبنا وبهم عافية آمين برحمتك يا أرحم الراحمين ബഹുമാനപ്പെട്ട സയ്യിദുൽ ആബിദീൻ തങ്ങൾ ദുആ തുടരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اوصل مثل ثواب ما قرأنا من القرآن لما صلينا إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم اللهم وإلى حضرة روح من أبينا خاصة اللهم اغفر له اللهم وارحمه اللهم وعف عنه اللهم واكرم نزله اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات آمين برحمتك يا أرحم الراحمين. നമ്മുടെ ചെറുക്കം അബ്ദുള്ള സാഹിബിനെ അനുസ്മരിക്കുന്ന അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ഒരു പരിപാടി കൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബഹുമാന്യ എന്നെ നിൽക്കുന്നവരാണ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. ബഹുമാന്യനായ എന്നെ നിൽക്കുന്ന ആദരപൂർവ്വം അനുസ്മരണ സമ്മേളനം നടത്താൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന നേതാവ് ചെർക്കളം അബ്ദുല്ല സാഹിബിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് പ്രിയപ്പെട്ട എ അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു അനുസ്മരണ പ്രഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരെയാണോ അനുസ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അപദാനങ്ങളെ പ്രകീർത്തിക്കുക, അദ്ദേഹത്തിൻ്റെ നന്മകളെ, ഗുണങ്ങളെ, അതുപോലെ തന്നെ മറ്റ് ആർക്കുമില്ലാത്ത ചില പ്രത്യേകതകളെ പരാമർശിക്കുക എന്നതാണ് ഈ അനുസ്മരണ പ്രഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരീ സഹോദരന്മാർ മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികളും പ്രവർത്തകന്മാരുമാണ്. അപ്പോൾ ചന്ദ്രിക വായിക്കാതെ ആരും ഈ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ആദ്യത്തെ ഏത് ദിവസത്തെയും ആദ്യത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ചന്ദ്രിക പത്രം കയ്യിൽ കിട്ടിയാൽ അത് വായിക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ ചന്ദ്രിക പത്രം വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതിൽ നമ്മുടെ ജില്ലാ സെക്രട്ടറി എ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു അനുസ്മരണം ചെറുക്കളത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ അത് വായിച്ച നിങ്ങളോട് ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിച്ച് അറിഞ്ഞതാണ്. മറ്റുള്ള നേതാക്കന്മാർക്കും അതുപോലെ തന്നെ ജനനായകന്മാർക്കും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ പ്രിയപ്പെട്ട ചെർക്കളം അബ്ദുല്ല സാഹിബിനുണ്ട്. പ്രിയപ്പെട്ട എ അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ലേഖനം അവസാനിപ്പിക്കുന്നത് ഏത് പ്രശ്നം ചെർക്കളത്തിൻ്റെ മുമ്പിലെത്തിയാലും അതിന് പരിഹാരമുണ്ടാകും, അല്ലെങ്കിൽ ചെർക്കളം പരിഹാരം ഉണ്ടാക്കും എന്നതാണ്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട ചെർക്കളം അബ്ദുല്ല സാഹിബ് 4 തവണ മഞ്ചേശ്വരത്തെ പ്രതിദാനം ചെയ്ത് കേരള നിയമസഭയിലുണ്ടായിരുന്നു. ആൻ്റണി മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ MLA എന്ന നിലയിലും അതുപോലെ തന്നെ മന്ത്രി എന്ന നിലയിലും അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നന്നായി അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ജനപ്രതിനിധികൾക്ക് അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാർക്കില്ലാത്ത അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്ത്യനിഷ്ഠയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ തമാശയായി ചില ആളുകൾ പറയാറുണ്ട്, മൈക്ക് ഓപ്പറേറ്റർ എത്തുന്നതിന് മുമ്പ് ചെർക്കളം ആ പരിപാടിക്ക് എത്തുമെന്ന്. അത് മന്ത്രിയായപ്പോഴും ആയിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴൊക്കെ ആ ഒരു ശീലം, ആ ഒരു പ്രവർത്തന ശൈലി ചെർക്കളത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ നിയമസഭയിൽ നമ്മുടെ പ്രിയപ്പെട്ട മഞ്ചേശ്വരം MLA 2 പ്രാവശ്യം ഇപ്പോൾ MLA ആയി. 2 പ്രാവശ്യം അദ്ദേഹം AK അഷ്റഫ് നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് കന്നഡ ഭാഷയിലാണ്. പക്ഷേ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി കന്നഡയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ചെർക്കളം അബ്ദുല്ല സാഹിബാണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹമാണ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി കന്നഡയിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയ ജനപ്രതിനിധി. 2003 ആഗസ്റ്റ് 4 മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം, ഞാൻ നിയമസഭാ നടപടികൾ, കഴിഞ്ഞകാല നിയമസഭാ നടപടികളെക്കുറിച്ചൊക്കെ ഈ പഠിച്ചപ്പോഴും പരിശോധിച്ചപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കൊക്കക്കോല പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഉള്ള പ്ലാച്ചിമട ഇഷ്യൂ, ആ പ്ലാച്ചിമട ഇഷ്യൂ നടക്കുമ്പോൾ പ്രിയപ്പെട്ട ചെർക്കളം കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് പ്രതിപക്ഷത്ത് നിന്ന് നീല ലോഹിദാസ് നാടാർ ഒരു സബ്മിഷൻ കൊണ്ടുപോയിരുന്നു. ആ സബ്മിഷന് വളരെ സമർത്ഥമായി മറുപടി പറഞ്ഞത് പ്രിയപ്പെട്ട അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമ്മുടെ നേതാവ് ചെർക്കളം അബ്ദുല്ല സാഹിബാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതേ ഇപ്പോൾ നിയമസഭയിൽ 10-20ഓളം നിയമസഭാ സമിതികളുണ്ട്. ആ നിയമസഭാ സമിതികളിൽ ചെയർമാനുണ്ട്, മറ്റുള്ള MLA-മാർ അംഗങ്ങളായിട്ടുണ്ട്. ചെർക്കളം പിന്നോക്ക സമുദായ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ആ സമിതി കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ചത് ചെർക്കളം ചെയർമാനായിരുന്നപ്പോഴാണ് എന്ന കാര്യവും ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെർക്കളത്തിൻ്റെ ഗുണങ്ങൾ എന്നേക്കാളും അദ്ദേഹത്തിൻ്റെ നന്മകൾ അറിയാവുന്ന ആളുകളാണ്. പലപ്പോഴും നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പലപ്പോഴും ഓർക്കാറില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ് പലപ്പോഴും നന്മകളായി വരുന്നത്. ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചെർക്കളത്തിൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു ഗുണം, പ്രത്യേകത, നന്മ എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും നമ്മുടെ കാറിൽ ചിലപ്പോൾ വഴിയിൽ കണ്ട ആളുകൾക്ക് ലിഫ്റ്റ് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ പരിപാടികളും നമ്മളെ അനുഗമിച്ച നമ്മുടെ നേതാക്കന്മാരായാലും പ്രവർത്തകന്മാരെയായാലും നമ്മളെ കാറിലിരുത്താറുണ്ട്. അവസാനം എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരുടെ വീട്ടിൻ്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്യും. ആ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡ്രൈവർ ആ ആൾ ഇറങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെ കാർ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ചെർക്കളം ചെയ്തിരുന്നത്, ആ ആൾ കാറിൽ നിന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിലെത്തി ആ കോളിംഗ് ബെല്ലമർത്തി വീട്ടുകാർ വന്ന് ആ വാതിൽ തുറക്കുന്നത് വരെ കാറ് പോകാൻ പാടില്ല എന്നായിരുന്നു ചെർക്കളത്തിൻ്റെ ഡ്രൈവർമാർക്ക് ചെർക്കളം നൽകിയിട്ടുള്ള നിർദ്ദേശം. മറ്റൊന്ന്, ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകാറുണ്ട്. ചില പരിപാടികൾ നമ്മളെ ക്ഷണിച്ചാൽ, കല്യാണത്തിനായാലും മറ്റ് പരിപാടികൾക്കായാലും നമ്മളെ ക്ഷണിച്ചാൽ നമ്മൾ ദൂരദുഃഖികളിലായാലും അടുത്തുള്ള സ്ഥലങ്ങളിലായാലും നമ്മൾ പോകാറുണ്ട്. പലപ്പോഴും നമുക്ക് ആ ലൊക്കേഷൻ ശരിയായി അറിഞ്ഞു കാണില്ല. നമ്മൾ അടുത്തുള്ള കടകളിലോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളോടോ ആ സ്ഥലം ചോദിക്കും. ആ സ്ഥലം നമ്മളെങ്ങനെയാണ് ചോദിക്കുന്നത്? ചിലപ്പോൾ ഒരു കടൻ്റെ മുമ്പിൽ നമ്മൾ കാർ നിർത്തി ആ കടക്കാരനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിക്കും. അപ്പോൾ ചെർക്കളത്തിൻ്റെ ഡ്രൈവർ അങ്ങനെ ചെയ്താൽ ആ ഡ്രൈവർക്ക് കിട്ടുന്നത് ഒരു പൊളിയായിരുന്നു എന്ന്, ഒരു അടിയായിരുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ചെർക്കളം പറയും അത് ഒരിക്കലും ശരിയല്ല എന്ന്. നമ്മളുടെ അടിമയല്ല, നമ്മളുടെ പണിക്കാരനല്ല അവർ,
നമ്മൾ ഒരു സഹായം അവരോട് ഇങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു മാന്യത നമ്മൾ വെച്ച് പുലർത്തണമെന്ന് ചെറുക്കളത്തിന് എപ്പോഴും ഒരു നിഷ്കർഷയുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ നന്മകളാണ് എന്ന കാര്യവും നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന്, ചെറുക്കളത്തിൽ ഞാനും നിങ്ങളുമൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്, ജനപ്രതിനിധികളാണ്. പല ആളുകളും ജനപ്രതിനിധികളെ സമീപിക്കും. ചിലപ്പോൾ ചില ആളുകൾ നമ്മളെ സമീപിക്കുന്നത് ഒരുപക്ഷെ ഈ ആകാശത്തുള്ള അമ്പിളി അമ്മാവനെ ഒന്ന് എടുത്ത് എനിക്ക് തരണമെന്നുള്ള ഒരു ആവശ്യവുമായിട്ടായിരിക്കും ചില ആളുകൾ നമ്മളെ സമീപിക്കും. അപ്പോൾ നമ്മളെന്ത് പറയും? അവരെ ഒരിക്കലും അലോസരപ്പെടുത്താൻ പാടില്ല, ദേഷ്യപ്പെടുത്താൻ പാടില്ല, അവരുടെ മനസ്സിൽ ബേജാറുണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും? ഒരു പ്രശ്നവുമില്ല, അത് ഞാൻ ചെയ്യാം എന്ന് പറയും. പക്ഷേ ചെറുക്കളം അബ്ദുല്ല സാഹിബ്, ഞാൻ വളരെ വ്യക്തമായി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾക്കും ഒരു വാഗ്ദാനവും നൽകാൻ അദ്ദേഹം ഒരിക്കലും താല്പര്യം കാണിച്ചിട്ടില്ല എന്ന് എന്നേക്കാൾ കൂടുതൽ ചെറുക്കളത്തെ അറിയാവുന്ന നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1984 ആ കാലഘട്ടത്തിൽ ഞാൻ കാസർഗോഡ് മുസ്ലിം ലീഗിൻ്റെ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞാൻ അന്ന് നെല്ലിക്കുന്ന് ജമാഅത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അൻവാറുൽ ഉലൂം AIP സ്കൂളിൻ്റെ മാനേജറായിരുന്നു. ഇപ്പോഴും ഞാൻ തന്നെയാണ് മാനേജർ. ആ സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ ഒരു അധ്യാപകൻ്റെ ഒഴിവ് വന്നു. അധ്യാപകൻ്റെ ഒഴിവ് വന്നപ്പോൾ ചെറുക്കളം എനിക്കൊരു കത്ത് കൊടുത്തയച്ചു, പറ്റുമെങ്കിൽ ഇയാളെ ആ ഒഴിവിലേക്ക് പരിഗണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നീട് എനിക്കറിയാൻ സാധിച്ചു, ചെറുക്കളം എനിക്ക് കത്ത് നൽകിയതിന് ശേഷം ഒരുപാട് ആളുകൾ ചെറുക്കളത്തെ സമീപിച്ചു. ചെറുക്കളം അവരോടൊക്കെ പറഞ്ഞ മറുപടി, ഞാൻ ഒരു കത്ത് നൽകിക്കഴിഞ്ഞു, അവിടെ ഉള്ളത് ഒരു പോസ്റ്റാണ് എന്നും എനിക്ക് അറിയാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റുള്ള സ്ഥലത്തേക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനൊരു 100 കത്ത് നൽകുന്നത് തീർച്ചയായും ശരിയല്ല എന്ന് ചെറുക്കളം അദ്ദേഹത്തെ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്? നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ, ചില സ്ഥാപനങ്ങളിൽ ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ എന്ന്. നമ്മൾ ആ ഒഴിവിലേക്ക് ഇന്നാളെ നിയമിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കും. ആ കത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ആളുകൾ വരും, നമ്മൾ അവർക്കും കത്ത് കൊടുക്കും. എന്തിന്? അവർ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും മോശമായി ധരിക്കരുത് എന്ന് വിചാരിച്ച് നമ്മൾ അവർക്കും കത്ത് കൊടുക്കും. അപ്പം അങ്ങനെയുള്ള ഒരു നിലപാട് ചെറുക്കളം ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണോ തനിക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യത്തെക്കുറിച്ച് മാത്രമേ ചെറുക്കളം സംസാരിച്ചിട്ടുള്ളൂ, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേറെ ഏതെങ്കിലും കാര്യത്തിൽ അദ്ദേഹത്തിന് ശത്രുക്കളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ശത്രുക്കളെ സമ്പാദിക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള നിലപാടെടുത്തത് കൊണ്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ ശത്രുക്കൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ശത്രുക്കൾ വലിയ നേട്ടമാണ് എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം, ചെറുക്കളം അവരോടൊപ്പം പ്രവർത്തിച്ച ആളുകളാണ്. ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗിന് ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഒരുപാട് ജില്ലാ കമ്മിറ്റികളുണ്ട്, ഒരുപാട് ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ മുസ്ലിം ലീഗിലുണ്ട്. 14 ജില്ലകളിലും മുസ്ലിം ലീഗിന് ജില്ലാ കമ്മിറ്റി ഓഫീസുണ്ട്. ആ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രാവിലെ 8 മണിക്ക് വന്ന് രാത്രി നേരം പുലരുന്നത് വരെ ഓഫീസിൽ നിന്ന് പ്രവർത്തിക്കുന്ന, ഓഫീസിനെ ചലിപ്പിക്കുന്ന ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ചെറുക്കളം അബ്ദുല്ല സാഹിബ് മാത്രമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിൻ്റെ അനുയായികളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ചെറുക്കളത്തിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, ആദരവുണ്ടെങ്കിൽ, ബഹുമാനമുണ്ടെങ്കിൽ നമ്മളൊക്കെ ചെയ്യേണ്ടത് ആ നല്ല മാതൃകകൾ പിന്തുടരുക എന്നതാണ്. അദ്ദേഹത്തിൻ്റെ നന്മകൾ നമ്മൾ എല്ലാവരും സ്വായത്തമാക്കിക്കൊണ്ട് ആ നന്മകൾ, ചെറുക്കളം ചെയ്ത നന്മകൾ നമുക്കും ചെയ്യാൻ സാധിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും കിളഞ്ഞ് ശ്രമിക്കണം എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ചെറുക്കളം അബ്ദുല്ല സാഹിബിനെ അനുസ്മരിക്കുന്ന ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവർക്കൊക്കെ ചെറുക്കളത്തെക്കുറിച്ച് അവരുടെ അനുഭവങ്ങൾ, അവരുടെ ഓർമ്മകൾ ഇവിടെ അയവിറക്കാനുണ്ടാകും. അതുകൊണ്ട് ഞാൻ അധിക സമയം എടുക്കുന്നില്ല. ഈ അനുസ്മരണ പ്രഭാഷണം, ചെറുക്കളത്തെക്കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണം എന്നേക്കാൾ കൂടുതൽ നന്നായി നടത്താൻ പ്രാഗൽഭ്യമുള്ള അനുഭവ സമ്പത്തുള്ള ഒരുപാട് നേതാക്കന്മാർ ഇവിടെയുണ്ട്. അനുസ്മരണ പ്രഭാഷണം അല്ല എങ്കിലും അവരുടെ പ്രസംഗങ്ങളിൽ ചെറുക്കളത്തിൻ്റെ ഞാൻ പറയാത്ത, ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരിവിടെ വിശദീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, ചെറുക്കളം രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇപ്പോൾ സംയുക്ത ജമാഅത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ, അതുപോലെ തന്നെ വിവിധ സാംസ്കാരിക മേഖലകളിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ എത്രമാത്രമാണ് എന്ന് നമുക്കറിയാം. STUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിലെ STUവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത സംഭാവനകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും പ്രഗത്ഭനായ നിയമസഭാ സാമാജികനായിരുന്നു അദ്ദേഹമെന്ന് നിയമസഭാ നടപടിക്രമങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ അനിതസാധാരണമായ കഴിവ് എന്ന് പറയുന്നത് ആരുടെ മുമ്പിലും തനിക്ക് ശരിയെന്ന് തോന്നുന്ന, തനിക്ക് സത്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരുടെ മുമ്പിലും വെട്ടിത്തുറന്ന് പറയാനുള്ള അസാമാന്യമായ ധീരതയാണ് ചെറുക്കളത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു നേതാവിൻ്റെ വിയോഗം സൃഷ്ടിച്ച വേദന തീർച്ചയായും നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ആ ശൂന്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ശൂന്യത നിലനിർത്താൻ തീർച്ചയായും ചെറുക്കളത്തെ പോലെയുള്ള ഒരുപാട് ആളുകളെ വളർത്തിയെടുക്കുവാൻ ജില്ലാ മുസ്ലിം ലീഗിന് സാധിക്കട്ടെ. ഈ അനുസ്മരണ സമ്മേളനം അതിന് വലിയ പ്രചോദനമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി നമുക്ക് ചെറുക്കളത്തിനെക്കുറിച്ച് അനുസ്മരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സൈനുലാബീൻ തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ മഹത്തായ പരിപാടി സംബന്ധിച്ച മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതാക്കന്മാരെ, അതുപോലെ തന്നെ സംബന്ധിച്ച നല്ലവരായ മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘങ്ങളുടെയൊക്കെ ഉത്തരവാദപ്പെട്ട വ്യക്തിത്വങ്ങളെ സുദീർഘമായി ഒരു പ്രസംഗം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ചെറുക്കള അബ്ദുള്ള സാഹിബിനെ സംബന്ധിച്ച് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് വിമർശനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വിയോഗം കഴിഞ്ഞ് 10 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ ചെറുക്കള അബ്ദുള്ള സാഹിബിൻ്റെ വിടവ് എല്ലാവരാലും എടുത്തു പറയുകയും വേദനിക്കുകയും ചെയ്തത് നമ്മളടക്കം എല്ലാവരും അനുഭവസ്ഥരാണ്. ഇവിടെ എന്നെ നെല്ലിക്കുന്ന് സാഹിബ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മനസ്സാ വാച കർമ്മണ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഉറക്ക് എന്ന് പറയുന്നതും അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ തികച്ചും മുസ്ലിം ലീഗിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിന് വളരെയധികം ഒരു കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ സാധാരണ വാപ്പ ഒക്കെ പറയാറുണ്ട്, അളാപ്പൊക്കെ പറയാറുണ്ട്. ചെറുക്കളം മന്ത്രിയായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ തുണി നിര്യാണിക്കത്താകാറില്ല. അത്ര കൃത്യനിഷ്ഠയാണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണയിൽ വരെ അത്ര കൃത്യനിഷ്ഠയായിരുന്നു. കണ്ണൂർ ജില്ല ഇന്ന് കാസർഗോഡ് ജില്ല വരുന്നതിന് മുമ്പ് കണ്ണൂർ ജില്ലയാണല്ലോ കാസർഗോഡ് അടക്കമുണ്ടായിരുന്നു. അന്നും മുസ്ലിം ലീഗിൻ്റെ നേതാവായി പ്രവർത്തിക്കുമ്പോൾ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെട്ട് കണ്ടവർ പറയുകയാണ്, പരിപാടി കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഓഫീസിലേക്ക് എത്തിയാൽ വസ്ത്രം മാറ്റി ഒരു 10 മിനിറ്റ് കൊണ്ട് ഉടനെ നിസ്കാരം തീർക്കും. ചെറുക്കളത്തിൻ്റെ എല്ലാ വിഷയവും റെഡിമെയ്ഡാണ്. ചിലപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മൗലൂദോ കുത്തിവത്തൊക്കെ ഉണ്ടാവും. ഒരു പ്രാവശ്യം ഞാനും വാപ്പയൊക്കെ കുമ്പൂര് അവിടെ ഒരു കല്യാണത്തിന് വന്ന് ചെറുക്കൾ അവിടെ ഉണ്ടായിരുന്നു.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പരിപാടി നടത്തണം. വാപ്പാനെ കണ്ടപ്പോൾ വാപ്പാനെ കൂട്ടിയിട്ട് നടത്തണം. അപ്പോൾ എപ്പോൾ നടക്കുമെന്ന് ചോദിച്ചപ്പോൾ ചെറുക്കുമ്പോൾ ഇന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു ഏകദേശം ഇന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം തന്നെ ആയിസ്താക്ക് ഫോൺ വിളിച്ചു. ഏകദേശം ഒരു 10-25 ആൾ പങ്കെടുത്ത്. അപ്പം തന്നെ ഞാൻ അപ്പം പറഞ്ഞ് നമ്മളെ ചെറുക്കലത്തിൻ്റെ മൗലൂദ് റെഡിമെയ്ഡാണെന്ന് പറയും ഞാൻ. കാരണം അപ്പൊക്കം തീരുമാനിക്കലാണ്. നമുക്ക് ഏത് വിഷയത്തിലും വാസ്തവത്തിൽ അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിൻ്റെ കാര്യമായാലും അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിൻ്റെ വിഷയമായാലും എല്ലാ വിഷയത്തിലും. മാത്രമല്ല നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഇവിടെ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൽ അങ്ങേയറ്റം പരിശ്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഒരു മതസൗഹാർദ്ദ പരിപാടിയുടെ ചടങ്ങ് കാസർഗോഡ് നടക്കുമ്പോൾ ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ വരാതിരുന്നപ്പോൾ പരസ്യമായി ആ സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ അദ്ദേഹത്തിനെ ശാസിച്ചത് ഞാൻ ഓർക്കുകയാണ്. കാരണം വാസ്തവത്തിൽ അദ്ദേഹത്തിന് സത്യമാണെന്ന് മനസ്സിലായത്, സത്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായാൽ അത് നടപ്പിൽ വരുത്താൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും. അല്ലെങ്കിൽ നേരത്തെ നെല്ലിക്കുന്ന് പറഞ്ഞ പോലെ നടപ്പിൽ വരുത്താൻ അദ്ദേഹം വേണ്ടുന്ന പണികളെടുക്കും. അത് ഏത് മേഖലകളായാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ചെറുക്കത്തിൻ്റെ സ്വഭാവമുണ്ട്. ആദ്യം ഒന്ന് കയർക്കും. ഈ ഉള്ള ഒരു അനുഭവം ഉണ്ടായി. പിന്നെ ഒരു ഡോക്ടറെ ഒരു സ്ഥലമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം മന്ത്രിയായ സമയത്ത് ഡോക്ടറെ അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. അപ്പോൾ അവിടെയുള്ള യൂത്ത് ലീഗിൻ്റെയൊക്കെ കുട്ടികൾ ഞാനുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. അവിടുത്തെ യൂത്ത് ലീഗിൻ്റെ ഒരു നേതാവ് വിളിച്ച് എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് സ്ഥലം മാറ്റിയിട്ടുണ്ട്, അത് അദ്ദേഹം ഇവിടെ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടാവണം, അതുകൊണ്ട് നിങ്ങളൊന്ന് ചെറുക്കലത്തിനോട് പറയണമെന്ന്. അപ്പോൾ ചെറുക്കലത്തിനോട് ഞാൻ ആ വിഷയം ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ പറയുന്നത്, ഉദ്ദേശിച്ചപ്പോൾ ഒരാളെ എൻ്റെ അടുക്കിലേക്ക് പണി കൊടുക്കാൻ കഴിയുമെന്ന് വെച്ച്. അപ്പം നമുക്കും കുറച്ചുണ്ടല്ലോ. ഞാൻ പറഞ്ഞ അധ്യക്ഷ, നിങ്ങളെ ഈ നമുക്ക് മന്ത്രിയും MLA ഇതൊക്കെ സ്വർഗത്തിലേക്ക് പോകാനില്ല. ദുനിയാവിൽ നമ്മൾ ഉദ്ദേശിച്ചവർക്ക് പണി കൊടുക്കണം, നമുക്ക് പറ്റാത്ത ആളെ പണി കളയണം. ഇതിനാണ് നമ്മൾ. അല്ലാതെ ഇവിടെ വേറെന്തോ ആവശ്യത്തിനല്ല എന്ന് പറഞ്ഞു ഒന്ന് അവനെ ഇങ്ങോട്ട് അയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോവുകയും അദ്ദേഹത്തിനെ മാറ്റി അദ്ദേഹത്തിനെ വീണ്ടും അവിടെ തന്നെ നിർത്തി. ഞാൻ ആ മജിച്ചാണ് നേരത്തെ കഥ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിനോട് പറയുമ്പോൾ ആദ്യം തന്നെ പറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് നേരത്തെ എന്നെ നെല്ലുക്കെന്ന് പറഞ്ഞ പോലെ 10 ആൾ ജോലിക്ക് വേണ്ടി എന്നാൽ 10 ആൾക്കും കത്ത് കൊടുക്കുന്ന സ്വഭാവമല്ല എന്നതുപോലെ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അദ്ദേഹം ചെറുക്കളം നമ്മൾ പോയിട്ട് പറയുമ്പോൾ നമ്മളെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ നമ്മളെ ആക്ഷേപിക്കുകയോ ചെയ്താൽ ആ പണി സക്സസ് തന്നെയാണ്. കാരണം അദ്ദേഹം ഉടനെ തന്നെ അങ്ങനെ പറഞ്ഞെങ്കിലും അത് ചിന്തിക്കും. ഇദ്ദേഹം എവിടെയാണ്, ആരുടെ കൂടെയാണ്, എവിടെ നിൽക്കുന്നു എന്നൊക്കെ വളരെയധികം ചിന്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ചെയ്യേണ്ട ആളാണെങ്കിൽ, ചെയ്യപ്പെടേണ്ട കടപ്പെട്ട ആളാണെങ്കിൽ അത് നിർബന്ധമായി അദ്ദേഹം നിർവഹിക്കുക തന്നെ ചെയ്യും. അത് എല്ലാ മേഖലകളിലും നമ്മൾക്കറിയാം. ബഹുമാനപ്പെട്ട സുന്നി മഹല്ല് ഫെഡറേഷൻ വ്യാപകമായി നമ്മുടെ ജില്ലയിൽ വ്യാപകമായത് ബഹുമാനപ്പെട്ട ചെറുക്കള സാഹിബ് SMFൻ്റെ സെക്രട്ടറി ആയപ്പോഴാണ്. ഭൂരിപക്ഷം മഹല്ലുകളും ഇവിടെ SMFൽ രജിസ്റ്റർ ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ്. ബഹുമാനപ്പെട്ട സമസ്തയെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും ഒരുപോലെ പാണക്കാട് സീതന്മാരെ പോലെ ഒരേപോലെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ അഗ്രഗണ്യനാണ്. മാത്രമല്ല ക്ലിയറായ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനം കൂടിയാണ് ബഹുമാനപ്പെട്ട ചെറുക്കുള്ള അബ്ദുള്ള സാഹിബ്. സുന്നിസം വിട്ടിട്ട് അദ്ദേഹത്തിന് യാതൊരു ഇതുമില്ല. ചിലവർ തമാശയായിട്ട് എന്നോട് ചില പറയാറുണ്ട്, ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. അവർ പറയും നിങ്ങളെ ചെറുക്കളം ഏത് പച്ചത്തുണി കണ്ടാലും പിടിച്ച് മുത്തുന്ന ആളാണ്. ഞാൻ പറഞ്ഞു അതാണ് അദ്ദേഹത്തിൻ്റെ വിജയം. കാരണം അദ്ദേഹം അങ്ങനെയായിരുന്നു. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും ബഹുമാനിക്കാണ്ട ആളെ ബഹുമാനിക്കാതിരിക്കാനും അദ്ദേഹത്തിന് അറിയും. ആൾക്ക് വേണ്ടി ബഹുമാനിക്കലും അല്ലെങ്കിൽ ആൾക്ക് വേണ്ടി വേറെ എന്തെങ്കിലും ചെയ്യുന്ന സ്വഭാവമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ ഒരു മാതൃകാ പുരുഷനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലയും കൃത്യനിഷ്ഠയാണ്. അദ്ദേഹം പാർട്ടി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവനാണ്. പാർട്ടി വാസ്തവത്തിൽ നമ്മളൊക്കെയും നമ്മൾ പാർട്ടിയാണ് നമ്മൾക്ക് വലുത്, അല്ലാതെ വ്യക്തിയോ അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യമോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരിച്ച് 8ാമത്തെ ദിവസമാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ബർസഖിയ ജീവിതം അള്ളാഹു സന്തോഷത്തിലേക്ക് കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകൾ സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ പാരത്രിക ലോകം സന്തോഷകരമായി കൊടുക്കുകയും. നമ്മൾക്കറിയാം ഇവിടെയുള്ള കാരുണ്യ പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും അതുപോലെ തന്നെ മറ്റുള്ളതെല്ലാം അള്ളാഹു തആലാന്റെ ഹബീബായ നബിതങ്ങൾ നമ്മളെ പ്രോത്സാഹിപ്പിച്ചതും ചെയ്യേണ്ട വിഷയമാണ്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ആ നന്മയിൽപ്പെടുത്തി ഖബർ അള്ളാഹു തആല അദ്ദേഹത്തിന് സന്തോഷമായി കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനനായ നമ്മുടെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ബഷീർ വള്ളിക്കുത്ത് സാഹിബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമാദരണീയനായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളടക്കം ഈ വേദിയിലുള്ള മുസ്ലിം ലീഗിൻ്റെ ഏറെ പ്രഗത്ഭരായ നേതാക്കളെ, സദസ്സിലുള്ള
നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ചെർക്കളം അബ്ദുള്ള സാഹിബിന് ഒരിക്കൽ ഹൃദയാഘാതം ഉണ്ടായി. അദ്ദേഹം ബാംഗ്ലൂർ ശ്രീനാരായണ ഹൃദയാലയത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അന്ന് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റ് KS അബ്ദുള്ള സാഹിബാണ്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ഏതാനും ദിവസത്തെ 15 ദിവസമാണോ അതിൽ കുറവാണോ എന്ന് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ നമ്പർ പറയാത്തത്. ഏതാനും ദിവസത്തെ പരിപാടികൾ മാറ്റിവെച്ചു എന്ന് ചന്ദ്രികയിൽ അറിയിപ്പ് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് ഉദുമ, തൃക്കരിപ്പൂര് ഉൾപ്പെടെ 3-4 നിയോജക മണ്ഡലങ്ങളിൽ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തക ക്യാമ്പും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സംഘാടകർ സ്വാഭാവികമായും ഇത്ര വലിയ പരിപാടികൾ സംഘടിപ്പിച്ച് അത് നടത്താൻ പറ്റാത്ത വിധം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിലുള്ള തങ്ങളുടെ വിയോജിപ്പ് അറിയിക്കാൻ KS അബ്ദുള്ള സാഹിബിനെ സമീപിച്ചു. ആ സമയത്ത് KS പറഞ്ഞ മറുപടി, ചെർക്കളം കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ ഹൃദയമാണ്. ആ ഹൃദയം സ്തംഭിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജില്ലയിലെ മുസ്ലിം ലീഗ് സ്തംഭിച്ചു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പരിപാടി നിർത്തിവെച്ചത് എന്നായിരുന്നു. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഇന്ന് സ്മരിക്കുന്ന നമ്മുടെയൊക്കെ ഏറെ പ്രിയങ്കരനായ ചെർക്കളം അബ്ദുള്ള സാഹിബ് ഈ കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ ഹൃദയമായിരുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ആദ്യവും മധ്യവും അവസാനവും ലീഗായിരുന്നു. സമുദായത്തിനകത്ത് ആദ്യവും മധ്യവും അവസാനവും സമസ്തയുമായിരുന്നു. ഈ രണ്ടും തൻ്റെ ജീവനാടി പോലെ കൊണ്ടുപോയ ചെർക്കളം അബ്ദുള്ള സാഹിബ്. ഇവിടെ പരാമർശിക്കപ്പെട്ടു, ചെർക്കളത്തിൻ്റെ വിടവ് നികത്തപ്പെട്ടിട്ടില്ല. അത് മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രാദേശിക മഹല്ല് ജമാഅത്തായ ചെർക്കളം ജമാഅത്തിൽ എത്രയോ പതിറ്റാണ്ടുകൾ പ്രസിഡൻ്റായി പ്രവർത്തിച്ച ആളാണ് ചെർക്കളം അബ്ദുള്ള സാഹിബ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിയോഗാനന്തരം ആ മഹല്ലിനൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ എത്രയോ മാസങ്ങൾ കഴിയേണ്ടി വന്നു എന്നിടത്താണ് ചെർക്കളം പ്രതിനിധാനം ചെയ്ത ഒരു സ്ഥാനത്തും ചെർക്കളത്തിന് പകരമായി മറ്റൊരാൾ ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമാകുന്നത്. അത് ഈ ചെർക്കളത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആമൂലാഗ്രം വിലയിരുത്തുമ്പോൾ നമുക്കത് കാണാൻ വേണ്ടി കഴിയും. ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച പ്രസ്ഥാനം, ഒട്ടേറെ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച കാലഘട്ടത്തിലാണ് ചെർക്കളം ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലിരുന്നത്. ആദ്യത്തെ പ്രതിസന്ധി നമുക്കറിയാം. ഒരു ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ടിയിലെ തന്നെ അതിപ്രഗത്ഭരായ നേതാക്കന്മാർ അവർ വിയോജിപ്പ് രേഖപ്പെടുത്തി രംഗത്ത് വന്ന് ആരംഭിച്ച ഒരു മൂവ്മെൻറ്റ് അവസാനം 91 തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിലെ ഏറ്റവും പ്രഗത്ഭരായ 15-16 നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വരുന്ന അവസ്ഥയോളം എത്തിപ്പോയൊരു സാഹചര്യം. അന്ന് പുറത്താക്കപ്പെട്ടു പോയവർ നിസ്സാരക്കാരായിരുന്നില്ല. ഈ ജില്ലയിലെ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന, കുടുംബപരമായി സാമൂഹികമായി വലിയ പ്രാമാണികത്വം ഉണ്ടായിരുന്ന, അവരവരുടെ പ്രദേശങ്ങളിൽ അവരവരുടെ പഞ്ചായത്തുകളെ അല്ലെങ്കിൽ നിയോജക മണ്ഡലത്തെ അടക്കി ഭരിക്കാൻ പ്രാപ്തിയുണ്ടായിരുന്ന നേതാക്കന്മാരാണ് അന്ന് ഈ പാർട്ടിയിൽ നിന്ന് നടപടിക്ക് വിധേയരായി പുറത്തുപോയത്. ആ ശൂന്യത ഈ പാർട്ടിക്കൊരു പോറൽ പോലും ഏൽക്കാതെ അതിനെ മറികടക്കാൻ ചെർക്കളത്തിൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞു. അവർ പാർട്ടിയിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ബാബരി മസ്ജിദിൻ്റെ സംഘപരിവാരം അത് തകർത്തതുമായി ബന്ധപ്പെട്ട് അതിനെ സംബന്ധിച്ച് സ്വീകരിക്കേണ്ട സമീപനങ്ങൾ, ആ സമീപനങ്ങളിലുള്ള ആശയ അഭിപ്രായ വ്യത്യാസം കൊണ്ട് സേഠ് സാഹിബ് അടക്കമുള്ള ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് പോയി. ആ പോയപ്പോൾ ഈ കാസർഗോഡിൻ്റെ അവസ്ഥ നമുക്കറിയായിരുന്നു. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സേഠ് സാഹിബിൻ്റെ നയനിലപാടുകളുടെ പിറകെ പോയ യുവത്വവും കൗമാരവും യുവത്വവും വാർദ്ധക്യവും ഈ ജില്ലയിൽ നിന്നായിരുന്നു. അവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ പല പഞ്ചായത്തുകൾ നമുക്ക് പോയി, കാസർഗോഡ് നഗരസഭ പോലും ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ലീഗ് ജയിക്കാൻ തുടങ്ങിയതിനു ശേഷം കാസർഗോഡ് നഗരസഭ ലീഗിന് നഷ്ടപ്പെട്ടത് ആ ഒരു ഘട്ടത്തിലാണ്. കാസർഗോഡ് നഗരസഭ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു കാലം. ആ ശൂന്യതയെ, ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ചെർക്കളം അബ്ദുള്ള സാഹിബിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞു.
ഏതാണ്ട് ആ ഘട്ടത്തിൽ തന്നെയാണ് സമസ്തയുടെ പ്രശ്നമുണ്ടാകുന്നത്. ഇപ്പം ചില ആളുകളൊക്കെ സമസ്തക്കകത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ഷജറ എന്ന് പറയുന്നൊരു വിഭാഗം, അതേപോലെ സുഹാബി എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. ഞാൻ മിനിഞ്ഞാന്ന് മംഗലാപുരത്തെ ഖാദിസ്ഥാൻ ആരോഹണ ചടങ്ങിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മനുഷ്യന് അള്ളാഹു നൽകിയ ആദ്യത്തെ വിലക്ക്, ആദ്യത്തെ താക്കീത് മരത്തെക്കുറിച്ചായിരുന്നു, ഷജറയെക്കുറിച്ചായിരുന്നു. വലാ തഖറബ ഹാദിഹി ഷജറ വതകൂന മിനൽ ളാലിമീൻ, നിങ്ങൾ ആ മരം കൊള്ള അടുക്കരുത് എന്നാണ് ആദ്യം സ്വർഗത്തിൽ മനുഷ്യനെ പടച്ചപ്പോൾ അള്ളാഹു പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഷജറ എന്ന് പറയുന്നത് അത് വലിയ വടവൃക്ഷം പോലെ വളരുന്നതും ആഴത്തിൽ വേരൂന്നുന്നതും മനോഹരമായ കായ്കനികൾ ഉണ്ടാക്കുന്നതും മാത്രമല്ല, അടുത്തു പോയാൽ മനുഷ്യൻ അപകടമുണ്ടാക്കുന്നതും ഷജറയിൽ പെട്ടിട്ടുണ്ട് എന്നാണ് ആ ആദ്യത്തെ താക്കിയതിൻ്റെ അർത്ഥം എന്ന് ഞാൻ മംഗലാപുരത്തെ ഖാദിസ്ഥാൻ ചടങ്ങിൽ പ്രസംഗിക്കുമ്പോൾ പറയുകയുണ്ടായി. ഞാനിപ്പോൾ അത് ഓർത്തു പോവുകയാണ്. ഇവിടെ ചിലരൊക്കെ പറഞ്ഞു വരുന്നത് എന്താണ്? മുസ്ലിം ലീഗാണ് സമസ്തക്കകത്ത് പ്രശ്നമുണ്ടാക്കിയതെന്നാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു സത്യം? യഥാർത്ഥത്തിലുള്ള സത്യം എന്ന് പറയുന്നത്, സമുദായം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട മേഖലകളിൽ, ശരീഅത്ത് സംരക്ഷണം പോലെ, ബാബരി മസ്ജിദ് പോലെ, അതുപോലെ നമ്മെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ, ആ പ്രശ്നങ്ങളിൽ ഈ സമുദായം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊരു നിലപാടിനോടൊപ്പം ശംസുൽ ഉലമ അടക്കമുള്ള സമസ്തയുടെ നേതാക്കന്മാർ നിന്നത് തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കകത്ത് കലഹമുണ്ടാക്കിയ ആളുകൾ അവർ ബദൽ സമ്മേളനങ്ങളും ബദൽ പ്രസ്ഥാനങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ ഒന്നിച്ചു നിൽക്കണമെന്ന മുസ്ലിം ലീഗിൻ്റെ ആഹ്വാനത്തോടൊപ്പം നിൽക്കുന്ന സമസ്തയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സഹായിച്ചു എന്നതാണ് അന്ന് അടിസ്ഥാനപരമായി സംഭവിച്ചത്. അതിൻ്റെ പേരിൽ ഇന്ന് പലരും മുസ്ലിം ലീഗിനെ മത്സരിക്കാൻ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അറിയണം, അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ ഉണ്ട്. അന്ന് ആദ്യത്തെ SMF-ന്റെ സമ്മേളനം നടക്കുന്നത് തളങ്കര മാലിക് ദിനാർ ഗ്രൗണ്ടിലാണ്. ആ സമ്മേളനത്തിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച ആളാണ് അന്ന് അബ്ദുറഹ്മാൻ സാഹിബ്. ആ സമ്മേളനം കാസർഗോഡ് നടത്താൻ വേണ്ടി മുന്നിൽ നിന്ന് ഏറ്റവും അധ്വാനം ചെയ്ത രണ്ടു മറാക്കൾ, ഒന്ന് ചെർക്കളം അബ്ദുല്ല സാഹിബും മറ്റൊന്ന് ചിത്താരി മുഹമ്മദ് അലി സാഹിബുമായിരുന്നു. അന്ന് അവരോടൊപ്പം ഉണ്ടായിരുന്ന ഉലമാക്കൾ എന്ന് പറയുന്നത് മഹാനായ TKM ബാബ മുസ്ലിയാർ, തങ്കയം A അബ്ദുള്ള മുസ്ലിയാർ അടക്കമുള്ള ഒരു പടി പണ്ഡിതന്മാർ മാത്രമാണ്. അവരെ ഒരുമിച്ച് കൂട്ടി SMF-ന്റെ ആ മഹാസമ്മേളനം വിജയിപ്പിച്ച് കാസർഗോഡ് ജില്ലയിലാകെ SMF-ന്റെ ബാനറിൽ സമ്മേളനം നടത്തി എന്താണ് സമസ്തയുടെ സത്യമെന്ന് അന്ന് ബോധ്യപ്പെടുത്തി അവസാനം അദ്ദേഹം ഏതാണ്ട് മരിക്കുന്നതുവരെ SMF-ന്റെ ഭാരവാഹിത്വം, ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും ഭാരവാഹിത്വം ഏറ്റെടുത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനമില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കാസർഗോഡിൻ്റെ സമസ്തയുടെ ചരിത്രം തന്നെ വേറെയായി പോകുമായിരുന്നു. ഇന്ന് ഈ കാണുന്ന അവസ്ഥയിൽ കാസർഗോഡ് സമസ്തയുണ്ടാകുമായിരുന്നില്ല. ഞാനീ പറഞ്ഞു വന്നത്, ഒരു നായകൻ എന്ന് പറയുന്നത്, ആ നായകൻ്റെ മികവെന്ന് പറയുന്നത്, ആ നായകൻ്റെ മേന്മ എന്ന് പറയുന്നത്, തങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരുന്ന പ്രതിസന്ധികൾ എത്ര വലിയ പർവ്വത സമാനമായാലും ആ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ആർജവം, ആ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ഹിക്മത്ത്, ആ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള വഴി, ആ വഴിയിൽ അതിന് നേതൃത്വം കൊടുക്കാനുള്ള കരുത്ത്, അതാണ് ഒരു നായകൻ്റെ യോഗ്യതയെങ്കിൽ ആ യോഗ്യതകളെല്ലാം ഒന്നിച്ചുകൂടിയ ഒരു നേതാവാണ് മഹാനായ ചെർക്കളം അബ്ദുല്ല സാഹിബ്. ഞാൻ തെളിയിപ്പിക്കുന്നില്ല, ഇവിടെ ഒരുപാട് നേതാക്കന്മാർ സംസാരിക്കാനുണ്ട്. ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, ഇവിടെ ചെർക്കളത്തിന് കാസർകോട്ടെ പൊതുസമൂഹം ഒരു ആദരം കൊടുത്തു. കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അന്ന് ആദര സമർപ്പണത്തിൽ ഇവിടെ വന്നത്, അല്ലേ? ആ സമ്മേളനത്തിൽ പ്രസംഗിച്ച BJP-യുടെ നേതാവ് V രവീന്ദ്രൻ, അദ്ദേഹം BJP ആണ്. പക്ഷെ BJP-ക്ക് അകത്തൊരു പൊതുരംഗത്തും മിതവാദം സ്വീകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അന്ന് നടത്തിയൊരു വാക്കുണ്ട്, കാസർഗോഡ് ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒരു പൊതു നേതാവിനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചാൽ എൻ്റെ പാർട്ടി അടക്കമുള്ള ആളുകൾ ആ പൊതു നേതൃത്വത്തിലേക്ക് നിർദ്ദേശിക്കുക ചെർക്കളം അബ്ദുല്ല സാഹിബിനെ ആയിരിക്കും എന്നാണ് അന്ന് V രവീന്ദ്രൻ പറഞ്ഞത്. അത് വളരെ വസ്തുനിഷ്ഠമായൊരു കാര്യമാണ്. കലക്ടറേറ്റിൽ യോഗം വിളിച്ചാൽ, അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവി ഒരു യോഗം വിളിച്ചാൽ, ആ യോഗത്തിൽ ചെർക്കളം അബ്ദുല്ല സാഹിബ് ഉണ്ടെങ്കിൽ ആ ചെർക്കളം അബ്ദുല്ല സാഹിബ് ഒരഭിപ്രായം പറഞ്ഞാൽ പിന്നെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ അഭിപ്രായത്തോട് യോജിച്ച് അത് തീരുമാനമായി മാറുകയാണ് പതിവ് എന്ന് പല നേതാക്കന്മാരും അന്നത്തെ യോഗത്തിൽ ഇവിടെ വെച്ച് പ്രസംഗിച്ചത് ഞാൻ ഓർക്കുകയാണ്. ആ നിലയിൽ ഈ ജില്ലയുടെ ഒരു പൊതു നേതൃത്വമായി ഉയരാൻ കഴിഞ്ഞ, ഒരുപാട് നന്മകൾ നമുക്ക് സമ്മാനിച്ച, മുസ്ലിം ലീഗിനെ 100% സ്നേഹിക്കുകയും മുസ്ലിം ലീഗിൻ്റെ നന്മ മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള, ഒരു മിനിറ്റും തൻ്റെ ജീവിതത്തിൽ ഒഴിച്ചു വെക്കാനില്ല, അത് പൊതുസമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാനല്ലാതെ എന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന, ചെറുക്കളത്തിൻ്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടാകും. ആ പേപ്പറിൻ്റെ ഹെഡിങ് തിങ്സ്
ടു ഡു ടുഡേ എന്നാണ്. തിങ്സ് ടു ഡു ടുഡേ, ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ആ പേപ്പറിൻ്റെ ഹെഡിങ്. ആ പേപ്പർ നീളമുള്ള ഒരു പേഡാണ്. ഒരു 10-25 ലൈൻ ഉണ്ടാകും ആ പേപ്പറിൽ. അത് 25 നമ്പർ ഇട്ടിട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങൾ എഴുതി വെക്കും. അത് നാളെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇന്ന് രാത്രി അത് മുഴുവൻ എഴുതി തയ്യാറാക്കി ആ ചാർട്ട് അനുസരിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ നടത്തിയ ചെറുക്കളം. പക്ഷേ നിങ്ങളൊരു പരിപാടി സംഘടിപ്പിച്ചാൽ 10:30-ക്കാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ 10:25 ആ പരിപാടിയിലെത്തി സംഘാടകരെ കാത്തുനിന്ന് സംഘാടകർ വന്നില്ലെങ്കിൽ അവരോട് കെറുവിച്ച്, ചെറുക്കളം കെറുവിച്ചത് മുഴുവൻ ഈ സമുദായത്തിനും സമൂഹത്തിനും വേണ്ടിയാണ്. അദ്ദേഹം എന്ന വ്യക്തിക്ക് വേണ്ടി, വ്യക്തിത്വത്തിന് വേണ്ടി അദ്ദേഹം ഒരിക്കലും കെറുവിച്ചിട്ടില്ല. ഞാൻ വിചാരിക്കുന്നു, ചെറുക്കളം ജനിച്ചത് കോഴിക്കോട്ടോ മലപ്പുറത്തോ ആയിരുന്നുവെങ്കിൽ, കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഒരു മധ്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിറവിയെങ്കിൽ, അദ്ദേഹം ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എപ്പോഴേ അവരോധിക്കപ്പെടുമായിരുന്നു. അങ്ങനെ അവരോധിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗ് കണ്ട ഏറ്റവും മികച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് സംഘാടനം കൊണ്ടും കരുത്തുകൊണ്ടും ഏറ്റവും മികച്ച ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി ചെറുക്കളം മാറുമായിരുന്നുവെന്ന് അനുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഓരോ മനുഷ്യൻ്റെയും വളർച്ചയും വികാസവും നിർണ്ണയിക്കുന്നത് ആ മനുഷ്യൻ ജനിച്ച വളർന്ന പ്രതലങ്ങളും പ്രദേശങ്ങളുമാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹം ഏറ്റവും വടക്കായി പോയി ജനിച്ചത് എന്നാണ്. പക്ഷെ അവസാനം അദ്ദേഹത്തിന് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ട്രഷറർ പദവിയിലെത്താൻ കഴിഞ്ഞു. അദ്ദേഹം വഹിച്ച പദവികളെ കുറിച്ചൊക്കെ അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലീഗിൻ്റെ പദവികൾ, പോഷക സംഘടനകളുടെ പദവികൾ, MSFൻ്റെ അടക്കമുള്ള പദവികൾ, STUവിൻ്റെ പദവികൾ, മോട്ടോർ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ്റെ പദവികൾ, സമസ്തയിലെ പദവികൾ, MES പോലുള്ള സംഘടനകളുടെ പദവികൾ, അദ്ദേഹം വഹിച്ച മന്ത്രി പദവിയും MLA പദവിയും, അദ്ദേഹം വഹിച്ച ന്യൂനപക്ഷ ക്ഷേമ ബോർഡ് ക്ഷേമ കോർപ്പറേഷൻ്റെ ചെയർമാൻ പദവി ഉൾപ്പെടെയുള്ളവ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ആ പദവികൾ ഒന്നും തന്നെ ചെറുക്കളത്തിന് അലങ്കാരമായിരുന്നില്ല, മറിച്ച് ആ പദവികൾക്ക് ചെറുക്കളം അലങ്കാരമായിരുന്നു. നമ്മൾ വായിക്കാൻ ആരംഭിച്ചിട്ടുള്ള അനേകായിരം പേജുകൾ ഒരു മഹാപുസ്തകമാണ് ചെറുക്കളം. ആ പുസ്തകത്തിൻ്റെ ആദ്യ പേജും അവസാനത്തെ പേജും അതിൻ്റെ മധ്യപേജും പറഞ്ഞാൽ ചെറുക്കളം തീരില്ല. അത് എത്രയോ കാലങ്ങൾ പറഞ്ഞു തീർക്കേണ്ട ഒരു കഥയാണ്. ആ കഥ പറഞ്ഞു തീർക്കാൻ ഒരാൾക്കും ഒരു പരിപാടിയിൽ കഴിയില്ല എന്ന വിശ്വാസത്തോടെ അടുത്ത പ്രാസംഗികന്മാർക്ക് അവരുടെ ഓർമ്മകൾ ഓർത്തെടുക്കാനുള്ള അവസരം നീക്കിവെച്ചുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ ചെറുക്കളത്തിന് സ്വർഗത്തിന് ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയും നികത്തപ്പെടാത്ത അദ്ദേഹത്തിൻ്റെ ശൂന്യത നികത്താൻ ഈ സമുദായത്തിന് പ്രാപ്തമായ പകരക്കാരെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിൻ്റെ കൂടെ ദീർഘകാലം പ്രവർത്തിച്ച ബഹുമാനനായ MLA MC കമറുദ്ദീൻ സാഹിബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഔദ്യോഗികമായി പരിപാടികൾ ആരംഭിക്കേണ്ടതുണ്ട്. ജനറൽ സെക്രട്ടറിയുടെ സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും രമേശ് ചെന്നിത്തലയുടെ ഉദ്ഘാടന പ്രസംഗവും എല്ലാം നടക്കാനുണ്ട്. 2 അനുസ്മരണ പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. 13 വർഷക്കാലം ജനറൽ സെക്രട്ടറിയായി, 10-12 വർഷക്കാലം ജനറൽ സെക്രട്ടറിയായും അതിനു മുമ്പ് ഏതാനും വർഷക്കാലം ജോയിൻറ്റ് സെക്രട്ടറിയായും അതിനു മുമ്പ് MSFൻ്റെ അവിഭക്ത കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റായിരിക്കുമ്പോൾ അതിൻ്റെ ഉപദേശക സമിതിയുടെ ചെയർമാനായും പിന്നീട് യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് സംസ്ഥാന ഭാരവാഹിയും ഒക്കെ ആയപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ല ജനറൽ സെക്രട്ടറിയായുമൊക്കെ പ്രവർത്തിച്ച ബന്ധം ബഹുമാന്യനായ ചെറുക്കളം അബ്ദുള്ള സാഹിബുമായി എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ STU നേതാവായിട്ടുള്ള അബ്ദുറഹ്മാൻ കുഞ്ഞു മാഷ് മരിച്ച സമയത്ത് അവിടെ പോയി മയ്യത്ത് നിസ്കരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ മുഴുവനും പല ഘട്ടങ്ങളിലായി ബഹുമാന്യനായ ചെറുക്കളം അബ്ദുള്ള സാഹിബുമായി ഇടപഴകിയ രംഗങ്ങളെക്കുറിച്ച് അബ്ദുറഹ്മാൻ മാഷ് തുമ്മാൻ തിന്നുകൊണ്ട് സംസാരിക്കുന്ന സംസാരത്തെക്കുറിച്ചുമായിരുന്നു എൻ്റെ മനോമുഖരത്തിൽ തികട്ടി വന്നത്. ചെറുക്കളം അബ്ദുള്ള സാഹിബിനെ സംബന്ധിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം വലിയ തെറ്റിദ്ധാരണകളുടെ ഉടമയായിരുന്നു. പലരും വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഡ്രസ്സും അദ്ദേഹത്തിൻ്റെ ആ പോക്കും അദ്ദേഹത്തിൻ്റെ ചിലവാക്കലും വേറെ ഒരാളെ കൂടെ ആര് സഞ്ചരിച്ചാലും ഒരു നയാ പൈസ ചിലവാക്കുന്ന പണിയില്ല. ഇപ്പോൾ കുറച്ച് അത്രമാനും ഉണ്ട് ആ സോക്കേട്. അപ്പോൾ ആരെ കൊണ്ടും ചിലവാക്കിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമില്ല.
അങ്ങനെയുള്ള ചെറുക്കളത്തിൻ്റെ ജീവിത രീതി കാണുമ്പോൾ ഇയാളൊരു കോടീശ്വരനാണ് എന്നൊക്കെയുള്ള തോന്നലായിരുന്നു വാസ്തവത്തിൽ മറ്റു പലർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിഷമഘട്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പം പറയുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പലപ്പോഴും ചില ഘട്ടങ്ങളിലൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, സ്ഥാനാർത്ഥി നിർണയത്തിലും മറ്റും. പക്ഷെ അത് ഞങ്ങൾ രണ്ടുപേരും പടച്ചോനും മാത്രമേ അറിയുള്ളൂ, മറ്റൊരാളോടത് പറയുമായിരുന്നില്ല. ഒരിക്കൽ പാണക്കാട്ടേക്ക് ഞാൻ അദ്ദേഹം അറിയാതെ, വേറൊന്നും പറയാനല്ല, മറ്റു ഭാരവാഹികളെയും കൊണ്ട് CT അഹമ്മദ് അലി സാഹിബ് കടന്നു വരികയാണ്. വേറെ ഒരു അദ്ദേഹം അറിയാതെ ആയിപ്പോയി. ഒരിക്കൽ പോയപ്പോൾ എന്നെ വിളിച്ചപ്പോൾ എവിടെ പോന്നു, പാണക്കാട് പോകുന്നു പറഞ്ഞു. കുറേ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു. ഞാനും കുറച്ച് ഓവറായിപ്പോയി. പിന്നീട് ഞാൻ വിചാരിച്ചു ഇനി എന്നോട് ചെറുക്കളം കണ്ടാൽ മിണ്ടൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എത്തുമ്പോൾ ഒരു മധുരമില്ലാത്ത ചായയും കൂടി, അങ്ങനെയാണ് പറയുക. ആ ഒരു മനസ്സിൽ ഒരു ലെവലേശം പോലും കളങ്കമില്ലാത്ത ഒരു നേതാവായിരുന്നു ചെറുക്കള അബ്ദുള്ള സാഹിബ്. അദ്ദേഹം പാർട്ടി പ്രവർത്തകരുടെ കൂടെ ജീവിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വന്നാൽ അതിൻ്റെ കൂടെ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ഞാനൊരിക്കൽ കോഴിക്കോട് ഹോസ്പിറ്റലിൽ ഒരിക്കൽ വയറിനെന്തോ അസുഖമായിട്ട് കഴിഞ്ഞുകൂടുന്ന സമയത്ത് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് അദ്ദേഹം വിവരം അറിഞ്ഞ് മന്ത്രി പരിവാരങ്ങളോടുകൂടി വന്ന് അവിടെ ഡോക്ടറെയും കൂട്ടി അവിടെ വന്ന് ഡോക്ടറോട് സംസാരിച്ച് ഡിസ്ചാർജ് വാങ്ങിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി ചികിത്സിക്കാൻ മുന്നോട്ട് വന്നത് ഹൃദയസ്പൃക്കായ ഓർമ്മയാണ്. ഒരു പിതാവിനെ പോലെ അദ്ദേഹം ചില സമയത്ത് പെരുമാറുമായിരുന്നു. എൻ്റെ പിതാവ് രോഗശൈലിയിൽ കിടക്കുന്ന സമയത്ത് എല്ലാ ദിവസവും വിളിച്ച് അദ്ദേഹം കാര്യങ്ങൾ ഗ്രഹിക്കുമായിരുന്നു. ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ അദ്ദേഹം രോഗശൈലിയിൽ കിടക്കുന്ന സമയത്ത് പലപ്പോഴും പല ഘട്ടങ്ങളിലുമായി അദ്ദേഹവുമായി സംസാരിക്കുകയും അദ്ദേഹവുമായി കൂടിയാലോചിക്കുകയും അദ്ദേഹവുമായി കാര്യങ്ങൾ പങ്കുവെക്കുകയും എല്ലാം ചെയ്തപ്പോഴെല്ലാം എനിക്ക് മനസ്സിലായത് പലപ്പോഴും ചികിത്സ നടത്താൻ സാധാരണഗതിയിൽ മുൻ മന്ത്രിമാർക്കും MLA മാർക്കൊക്കെ ചികിത്സാ ഫണ്ട് റീഎംബേഴ്സ്മെൻറ്റ് ചെയ്തിട്ട് കൊടുക്കും. പക്ഷേ ചെറുക്കള അബ്ദുള്ള സാഹിബിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആശുപത്രിയിൽ പോകാൻ മടിച്ചിരുന്നത് പോലും ചിലപ്പോൾ അതായത് ആശുപത്രിയിൽ പോയാലുണ്ടാകുന്ന സാമ്പത്തിക ചെലവുകൾ ഓർത്തിട്ടായിരിക്കുമോ എന്ന് ഞാൻ സംശയിച്ചു പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഏറ്റവും പ്രഗത്ഭനായ മന്ത്രിയായിരുന്നു ബഹുമാനപ്പെട്ട ചെറുക്കള അബ്ദുള്ള സാഹിബ്. ഒരിക്കൽ നമ്മളെ പള്ളിക്കരയിലെ അബ്ദുള്ള ഹാജിക്ക ഒരു പഞ്ചായത്തിൽ പോയപ്പോൾ ഒരു ക്ലർക്ക് അദ്ദേഹത്തോട് എന്തോ ഒരു അപമര്യാദയായി പെരുമാറി. അദ്ദേഹം ഉടനെ വളരെ വിഷമത്തോടു കൂടി ലീഗ് ഓഫീസിലേക്ക് വന്നു. അന്ന് അദ്ദേഹം മന്ത്രിയാണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നതിൽ ചെറുക്കളത്തോട് വിവരം പറയണം എന്ന് അദ്ദേഹം ശഠിച്ചു. ഞാൻ ഫോണെടുത്ത് ചെറുക്കളത്തിനെ വിളിച്ചു. വൈകുന്നേരം 4:30 മണിയാകുമ്പോഴേക്കും ആ ഉദ്യോഗസ്ഥൻ്റെ ട്രാൻസ്ഫർ ഓർഡറിൻ്റെ ഫാക്സ് കോപ്പി ലീഗ് ഓഫീസിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം പറഞ്ഞത് ഒരു മുസ്ലിം ലീഗുകാരനെ അപമാനിച്ച ഒരുത്തനും കാസർഗോഡ് ജില്ലയിൽ വാഴണ്ട എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സമക്ഷം. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞത് കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷുമായി ഒരു ഉദ്യോഗസ്ഥൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 2-ാം ദിവസം വന്നപ്പോൾ അതിൻ്റെ അടിയിലെഴുതി ഇതെനിക്ക് മനസ്സിലാകുന്നില്ല, ഇത് 24 മണിക്കൂറിനുള്ളിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാക്കി കൊണ്ടുവരണം എന്ന് എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു 24 മണിക്കൂർ പോയിട്ട് 20 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അതും കൊണ്ട് വന്നു എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. അതുപോലെ തന്നെ സംഘടനാ രംഗത്ത് അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു മുസ്ലിം ലീഗുകാരനായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ അപ്പുറം മറ്റൊന്നും അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നില്ല. കത്ത് ചോദിച്ചിട്ടും മറ്റും വന്ന ആളുകളോട് ചന്ദ്രിക എടുത്തിനോ എന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ സായം സന്ധ്യ വരെ മുസ്ലിം ലീഗ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുകയും ലീഗ് പ്രവർത്തകന്മാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ച് വിളിച്ചു പറയും. അതാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതായിരുന്നു. ഇന്നിപ്പോൾ ഒരു അജിത് കുമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ആ അജിത് കുമാർ SP ആയിട്ട് കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രിയായ സമയത്ത് ആ പ്രശ്നങ്ങളൊക്കെ നടന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ട്രാൻസ്ഫറായി ഇവിടെ വന്നത്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, ഒരു മന്ത്രിയെ കാണണം, നിങ്ങൾ സംസാരിക്കണം, നമുക്ക് യോജിച്ച് ഇവിടെ മുന്നോട്ട് പോകാനൊരു സാഹചര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ
ഒരു കാരണവശാലും ഞാൻ കാണില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാനൊരു പെട്ടിയും കൊണ്ടാണ് വന്നത്, ആ പെട്ടിയും കൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പോകും എന്ന അഹങ്കാരത്തോടു കൂടി പറഞ്ഞ ആ മനുഷ്യന് ഇപ്പോൾ ഒരു തിരിച്ചടി കിട്ടിയപ്പോൾ എനിക്ക് തോന്നി വാസ്തവത്തിൽ ചെർക്കള അബ്ദുള്ള സാഹിബിനെ പോലുള്ള നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ നേതാക്കന്മാരെ ഈ ധിക്കരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരു പക്ഷേ ഇങ്ങനെ വൈകിയാണെങ്കിലും ചില അനുഭവങ്ങൾ ഉണ്ടായത് എന്ന് ചിലപ്പോൾ തോന്നിപ്പോവുകയാണ്. ചെർക്കള അബ്ദുള്ള സാഹിബ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുത്ത് സ്വയം ഉരുകി തീർന്ന ഒരു എല്ലാവരും അംഗീകരിക്കുന്ന എന്ന് പറഞ്ഞാൽ CK പത്മനാഭൻ ഇദ്ദേഹത്തിനെതിരായി മത്സരിച്ചപ്പോൾ നീലേശ്വരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് ഞാൻ കണ്ടു. എന്താ സ്ഥിതി എന്ന് ചോദിച്ചപ്പോൾ ചെർക്കളത്തിനെ പരാജയപ്പെടുത്താൻ വളരെ പ്രയാസമാണ് എന്ന് പറയുകയുണ്ടായി. 1980 മഞ്ചേശ്വരത്ത് ആദ്യമായി മത്സരിക്കുമ്പോൾ ഒരു ഡോക്ടർ ഷമീം അഹമ്മദ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ഒരു സ്റ്റേറ്റ് പ്രസിഡൻറ്റിനെയും കൊണ്ടുവന്ന് അവിടെ തർജുമക്ക് ഹബീബുർ റഹ്മാനോടൊപ്പം ഞാൻ അവിടെ വന്ന സമയത്ത് തന്നെ ആ സമയത്തെല്ലാം ആ മണ്ഡലത്തിൽ പര്യടനം നടത്തിയപ്പോൾ പല പഞ്ചായത്തും ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായി അന്ന് അദ്ദേഹം പരാജയപ്പെട്ടുവെങ്കിലും മഞ്ചേശ്വരം കൈവിടാതെ അവിടെ പോയി അവരെല്ലാം അവരുടെ പിൻതലമുറക്കാരെല്ലാം മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് മഞ്ചേശ്വരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ഒരു ഉരുക്ക് കോട്ടയാക്കി മാറ്റുകയും 30,000 വോട്ടിന് വരെ ജയിക്കത്തക്ക വിധത്തിലേക്ക് ആ മണ്ഡലത്തെ ഉയർത്തുകയും ചെയ്തതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു നേതാവ് ബഹുമാന്യനായ ചെർക്കളം അബ്ദുള്ള സാഹിബായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഓരോ ആളെയും നേരിൽ ബന്ധപ്പെട്ടു. ഒരു പുത്തിക പഞ്ചായത്തിലാണ് ഇപ്പോൾ കുറച്ച് മുസ്ലിമീങ്ങളുള്ളത്. വലിയ സമരങ്ങൾ ചെയ്ത പാരമ്പര്യമുള്ള ഒരു മണ്ഡലം. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കയ്യൂര് പോലെ കാവുമ്പായി പോലെയൊക്കെ വലിയ പേര് കേട്ട പ്രദേശമായിരുന്നു മഞ്ചേശ്വരത്തെ ചില ഭാഗങ്ങൾ. അവിടെ എല്ലാം കയറിച്ചെന്ന് അവിടെ അടിസ്ഥാനപരമായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടി നിലകൊണ്ട് പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ബഹുമാന്യനായ ചെർക്കളം അബ്ദുള്ള സാഹിബ്. ചെർക്കളം ഒരിക്കൽ ഇലക്ഷന് മത്സരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും ബഷീറും കൂടെയുണ്ട്. അദ്ദേഹത്തിന് ഉറക്കം ഒഴിച്ച് ആകെ ചടവായിരുന്നു. ആ സമയത്ത് ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ഒരു കല്യാണം പടന്നയിൽ നടക്കുകയാണ്. അതിന് പോകാൻ അദ്ദേഹം ഉറക്കം വരാതിരിക്കാനുള്ള ഗുളിക കഴിച്ചിട്ടാണ് പോയത്. കാരണം രാവിലെ 5 മണിയാകുമ്പോഴേക്കും ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ പരിപാടി വെച്ചിരുന്നു. അങ്ങനെ ഹൃദയസ്പൃക്കായ ഒട്ടനവധി അനുഭവങ്ങൾ വ്യക്തിപരമായി ഒരു പാർട്ടി പ്രവർത്തകനോടൊപ്പം ജീവിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും. കൂടുതൽ പറഞ്ഞാൽ വൈകാരികമായി പോകും എന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മുഴുവനും ലീഗാക്കി എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമ്മളെല്ലാം മക്കൾ എത്ര പേര് രാഷ്ട്രീയത്തിലുണ്ട് എന്നും എത്ര പേർ മുസ്ലിം ലീഗിൻ്റെ നേതൃരംഗത്ത് സ്വന്തം ജോലിയൊക്കെ ഒഴിവാക്കി പ്രവർത്തിക്കുന്നുണ്ട് എന്നും നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. പുതിയ തലമുറയെ ചന്ദ്രിക പത്രം പോലും വായിക്കാൻ കിട്ടാത്ത ഒരവസ്ഥയെക്കുറിച്ച് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ ആദ്യം നാസറിനെ വിളിക്കും. എന്നിട്ട് പറയും രാവിലെ നീ ആടെ പോകണം, ഇന്നത് നോക്കണമെന്ന് പറയും. പിന്നെ മറ്റവനോട് പറയും ചെർക്കളത്തിൽ നിന്ന് ഇത്ര പ്രവർത്തകന്മാരെ കൂട്ടിയിട്ട് കൊണ്ടുവരണമെന്ന് കബീറിനോട് പറയും. അതുപോലെ തന്നെ മറ്റോള് നിസ ബോംബെയിലായതുകൊണ്ട് തന്നെ അവർക്ക് പറയാൻ നിവൃത്തിയില്ല. ദിവസം വിളിക്കും, രാഷ്ട്രീയം ചർച്ച ചെയ്യും, ലീഗ് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ മുംതാസ് സമീറയെ രാഷ്ട്രീയ രംഗത്ത് ഉറപ്പിച്ച് നിർത്തി ചെർക്കളം അബ്ദുള്ള സാഹിബ്. അങ്ങനെ മാത്രമല്ല സ്വന്തം ഭാര്യയെ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി. അപ്പം പറയാം അതൊക്കെ അവർക്ക് ആവാനല്ലേ ഇവ. പക്ഷേ എന്തു പറഞ്ഞാലും നിങ്ങളും ഞാനും ചെയ്യാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. സ്വന്തം കുടുംബത്തോടൊപ്പം അവർക്കൊന്നും ഇന്ന് വലിയൊരു സമ്പന്നരൊന്നും അല്ല അവർ രാഷ്ട്രീയ രംഗത്ത് ഇന്ന് നിലകൊള്ളുന്നു. ആ കുടുംബത്തെ കൂടെ നിർത്തുന്നു, നാട്ടിനെ കൂടെ നിർത്തുന്നു, ജില്ലയെ കൂടെ നിർത്തുന്നു. ഏതൊരു പടന്നയിലെ ഒരു പ്രവർത്തകനോട് തൃക്കരിപ്പൂരിലെ ഒരു പ്രവർത്തകനോട് ചോദിച്ചാൽ പറയും ചെർക്കളം ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ചെർക്കളത്തിനെ അറിയും. പുതിയ തലമുറ നെഗ്ലക്റ്റ് പോയ കൂട്ടത്തിൽ ചെർക്കളത്തിൻ്റെ പേരില്ല. CH പോലുള്ള നേതാക്കന്മാരോടൊപ്പം, ശിഹാബ് തങ്ങളെപ്പോലുള്ള നേതാക്കന്മാരോടൊപ്പം, ഹൈദരിൽ തങ്ങളെപ്പോലുള്ള നേതാക്കന്മാരോടൊപ്പം ആ പേര് ഇന്നും നമ്മൾ സ്മരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർവശക്തനായ അള്ളാഹു നമ്മളെയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാന്യനായ കുറേ കാലം നിയമസഭയിൽ ഒന്നിച്ചു പ്രവർത്തിച്ച ബഹുമാന്യനായ രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരവസരമുണ്ടാക്കിയ ജില്ലാ കമ്മിറ്റിയെ ഞാൻ അഗൈതവമായി അഭിനന്ദിച്ചുകൊണ്ട് മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. അടുത്തതായി
അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി എന്ന് നമ്മളൊക്കെ പറയാറുള്ള ബഹുമാന്യനായ സിറ്റി അഹമ്മദ് അലി സാഹിബ് അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നു. ബഹുമാന്യരും ആദരണീയരുമായ മുസ്ലിം ലീഗിൻ്റെ പ്രിയങ്കരായ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ ജനപ്രതിനിധികളെ, പ്രിയങ്കരായ സഹോദരിമാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന ചെറുക്കളം അബ്ദുള്ള സാഹിബിൻ്റെ ഓർമ്മ ദിനമായി ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ അനുസ്മരണ സമ്മേളനത്തിന് എല്ലാവിധ നന്മകളും ആശംസകളും നേരുകയാണ്. ചെറുക്കളം അബ്ദുള്ള സാഹിബിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഏറ്റവും നല്ല കേരളത്തിലെ മന്ത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ രംഗത്തും ഒരു മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം, ഇവിടെ നേതാക്കൾ വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ബഹുമാന്യനായ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു, മന്ത്രിയായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി ഞാൻ കാണുകയും അതിന് ആവശ്യമായ തീരുമാനങ്ങളെടുത്ത ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയെ ഈ സന്ദർഭത്തിൽ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കാനും ഈ അവസരം ഉപയോഗിക്കുന്നു. ചെറുക്കളം അബ്ദുള്ള സാഹിബിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, ഇവിടെ കാസർഗോഡ് ജില്ലയിൽ നമുക്കറിയാം, കാസർഗോഡിൻ്റെ വടക്കൻ മേഖലകളിൽ മുസ്ലിം ലീഗ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി TA ഇബ്രാഹിം സാഹിബിനോടൊപ്പവും അതുപോലെ MS മുഹമ്മദ് കുഞ്ഞി സാഹിബിനോടൊപ്പവും എല്ലാം തന്നെ നമ്മുടെ നേതാക്കളോടൊപ്പം ഈ ഗ്രാമാന്തരങ്ങളിൽ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തുന്നതിന്, ഇന്ന് ഈ നിലയിലേക്ക് മുസ്ലിം ലീഗിനെ എത്തിക്കുന്നതിന് വേണ്ടി ചെയ്ത ത്യാഗോജ്ജലമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. അദ്ദേഹം നമുക്കറിയാം, മുസ്ലിം ലീഗിനെ ഈ രീതിയിലേക്ക് കാസർഗോഡ് ജില്ലയിൽ ഈ വടക്കൻ മേഖലയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്യും. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ലൊരു മാതൃകാ പ്രവർത്തനമായിരുന്നു. ഏതൊരു പരിപാടിയിലും അദ്ദേഹം സംബന്ധിക്കാൻ ക്ഷണിച്ചാൽ അദ്ദേഹം കൃത്യസമയത്ത് ഒരിക്കലും ഒരു താമസവും വരുത്താതെ എല്ലാ പരിപാടികളിലും കൃത്യസമയത്ത് അദ്ദേഹത്തിന് സംബന്ധിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ്. നമുക്കറിയാം, നമ്മുടെ ബാഫക്കി തങ്ങളോടൊപ്പം അതുപോലെ തന്നെ CHനോടൊപ്പം അതുപോലെ ഉന്നതരായ നേതാക്കളോടൊപ്പം തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ അവരുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് തന്നെ ഈ സംഘടന ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. നമ്മ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഏറ്റവും നല്ലൊരു മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. നമുക്കറിയാം, അതോടൊപ്പം തന്നെ ഏതൊരു കാര്യവും അദ്ദേഹം ഏറ്റെടുത്താൽ കർശനമായി അത് നടപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്തിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ഈ സംഘടനയെ ശക്തിപ്പെടുത്താൻ മുസ്ലിം ലീഗിന് വേണ്ടി ഇത്രമാത്രം ആത്മാർത്ഥമായി പ്രവർത്തിച്ച നേതാക്കൾ വളരെ അപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. വിശ്രമമില്ലാതെ രോഗശയ്യയിൽ കിടക്കുമ്പോഴും അദ്ദേഹം ഈ സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് ഞാനൊരു ദീർഘമായ സംസാരത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മഹത്തായ അനുസ്മരണ സമ്മേളനം ഏറ്റവും അധികം നമുക്കറിയാം, ഈ തിങ്ങി നിറഞ്ഞ ഈ ഹാളിൽ അദ്ദേഹത്തെ സ്മരിക്കുന്ന ഓർമ്മിക്കുന്ന ഈ മഹാസമ്മേളനത്തിന് 1000 നന്മകൾ നേർന്നുകൊണ്ട് ഇനി നമുക്ക് അദ്ദേഹം നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തിന് അല്ലാഹു പരലോക സുഖം നൽകുമാറാകട്ടെ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാന ലക്ഷ്യം തന്നെ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ആ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. അതിനുവേണ്ടി എല്ലാവരും വിശ്രമമില്ലാതെ ഈ സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി
പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ അനുസ്മരണ സമ്മേളനത്തിന് 1000 നന്മകൾ ആശംസ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും സീനിയറായ നേതാവ് കടുത്ത് മുഹമ്മദ് അലി സാഹിബിനെ അതിർവഹിക്കും. ബഹുമാന്യ നേതാക്കളെ, പ്രിയമുള്ള സഹോദരന്മാരെ, ചെർക്കളം മുദ്ലാ സാഹിബിൻ്റെ അനുസ്മരിക്കുന്ന ഒരു യോഗമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒട്ടേറെ നേതാക്കൾ ചെർക്കളത്തിൻ്റെ പ്രവർത്തന ശൈലിയെ സംബന്ധിച്ചും ഈ സമുദായത്തിനും പാർട്ടിക്കും നാട്ടിനും അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ സവിസ്തരം ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അത്തരം കാര്യം പറയേണ്ടതില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ചെർക്കളവും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന രംഗത്ത് വരുന്നത് ഒരേ സന്ദർഭത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. വളരെ ചെറുപ്പത്തിൽ തന്നെ പാർട്ടിയുടെ പ്രവർത്തന രംഗത്ത് ഞാൻ ഉണ്ടായിരുന്നുവെങ്കിലും പൊതുരംഗത്ത് അത് എൻ്റെ വാർഡിലോ തളങ്കരയിലോ മാത്രം ഒതുങ്ങിയുള്ള പ്രവർത്തനമായിരുന്നു. പിന്നീട് താലൂക്ക് ലെവലിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ചെർക്കളത്തിൻ്റെ കൂടെയാണ്. CH മുഹമ്മദ് കോയ സാഹിബ് സ്പീക്കറായി. ചെറിയൊരു നിരാശ എനിക്കുമുണ്ടായിരുന്നു. അത് വേണ്ടായിരുന്നോ സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുന്നത് എന്നൊരു തോന്നലുണ്ടായിരുന്നു. അന്ന് ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു. അതേ സന്ദർഭത്തിൽ സ്പീക്കറായി പെട്ടെന്ന് തന്നെ പാർട്ടി നിർദ്ദേശിച്ചപ്പോൾ ഒരു പിച്ചളപ്പിൻ്റെ പോലെ ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് പൊതുരംഗത്ത് വന്നപ്പോൾ എൻ്റെ നിരാശ മാറി അദ്ദേഹത്തോടുള്ള ബഹുമാനവും പാർട്ടിയോടുള്ള സ്നേഹവും കൂടുകയാണ് ഉണ്ടായത്. ആ സന്ദർഭത്തിലാണ് CH കാസർഗോഡിൽ വരുന്നത്. ഒരു വലിയ സ്വീകരണം നൽകാൻ പാർട്ടി തീരുമാനിക്കുന്നു. അതിൻ്റെ പ്രചരണ രംഗത്ത് ഞാനും ചെർക്കളുമായിരുന്നു സജീവമായി ഉണ്ടായിരുന്നത്. അന്ന് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന എന്നെ ചെർക്കളം മൈക്ക് കെട്ടി വാഹനവുമായി കോളേജിൻ്റെ മുമ്പിൽ വന്ന് ക്ലാസിൻ്റെ മുമ്പിൽ വന്ന് വെറോടിങ്ങനെ കാണിക്കുമായിരുന്നു. ഞാൻ മെല്ലെ ഇറങ്ങിപ്പോവും. പിന്നീട് ഞങ്ങളുടെ പ്രവർത്തനം മൈക്കിൽ ഊതിക്കൊണ്ട് പോവുകയാണ്, പ്രചരണം നടത്തിക്കൊണ്ട് പോകുന്ന പരിപാടിയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളം മാത്രമേ പ്രചരണം നടത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ചെർക്കളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അന്ന് ചെർക്കളം കർണാടകത്തിലും തുളുവിലും മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ പ്രചരണം നടത്തുക. അത് പറയാൻ കാരണം ഞങ്ങൾ കാസർഗോഡ് മാത്രമല്ല പ്രചരണം നടത്തുന്നത്, മംഗലാപുരത്തിൻ്റെ പല ഭാഗങ്ങളും, സൗത്ത് കേരളയുടെ പല ഭാഗങ്ങളിലും പ്രചരണത്തിനായി വാഹനത്തിൽ പോകും. അതായിരുന്നു ഞങ്ങൾ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ആരംഭം. പിന്നീട് കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ഞാനായപ്പോൾ ചെർക്കളം ജില്ലാ ലീഗിൻ്റെ സെക്രട്ടറിയാണ്. ജില്ലാ ലീഗ് ഓഫീസ് കണ്ണൂരിലെ മാർക്കറ്റിൻ്റെ ചെറിയൊരു മുറിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ലീഗ് രണ്ടായി പിളർന്ന ശേഷം നിങ്ങൾക്കൊക്കെ മറന്ന ഒരു നേതാവുണ്ട്. മുസ്ലിം ലീഗിന് വേണ്ടി അങ്ങേയറ്റം ത്യാഗം ചെയ്ത് തൻ്റെ ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച ഒരു നേതാവ്, അതാണ് മുഹമ്മദ് കുഞ്ഞി സാഹിബ്. അദ്ദേഹമായിരുന്നു അന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റ്. സെക്രട്ടറി ഇയാമ സാഹിബും ചെർക്കളം സെക്രട്ടറിയും, ജനറൽ സെക്രട്ടറി ഇയാമ സാഹിബും ചെർക്കളം സെക്രട്ടറിയുമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി ഞാൻ കൂടുതൽ കണ്ണൂരിൽ കഴിയുന്ന സന്ദർഭമായതിനാൽ മിക്കപ്പോഴും ഞാൻ ലീഗ് ഓഫീസിൽ പോകുമായിരുന്നു. ഞാനൊരു കോൺട്രാക്ടറായിരുന്നത് കൊണ്ട് എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഞാൻ കണ്ണൂരിൽ ആയിരുന്നത് കൊണ്ടാണ് കൂടുതലും ഞാൻ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. ആ സന്ദർഭത്തിൽ ആമസായി വലിയ തിരക്കുള്ള മനുഷ്യനായിരുന്നു. മിക്കപ്പോഴും മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയുടെ പ്രവർത്തനം നടത്തിയിരുന്നത് ചെർക്കളമായിരുന്നു. അതാണ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. പിന്നീട് മരിക്കുന്നത് വരെ പാർട്ടി രംഗത്തും സമസ്ത രംഗത്തും ഒന്നിച്ച്
പ്രവർത്തിച്ചു എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. ഞാൻ ബാക്കി കാര്യങ്ങൾ ഇവിടെ പറയുന്നു, പലരും ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ചെർക്കളത്തിനെ പോലെ തൻ്റെ ഇടമുള്ള, നിശ്ചയദാർഢ്യമുള്ള, പ്രവർത്തന ശേഷിയുമുള്ള ഒരു നേതാവ് നമുക്ക് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ടില്ല എന്നതും ഇപ്പോഴും ഇല്ല എന്നതും ഒരു സത്യം മാത്രമാണ്. ചെർക്കളത്തെ പോലുള്ള ഒരു ചെർക്കളം നമ്മുടെ ജില്ലയിൽ ഇനിയും വരേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഹ്ഫറത്തും മർഹമത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ജയ് ഹിന്ദ്. ബഹുമാന്യനായ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇവിടെ എത്തിയിരിക്കുകയാണ്. ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും, ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അടക്കം വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നല്ലവരായ സഹോദരന്മാരെ, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ധീരമായ നേതൃത്വം നൽകിയ എക്കാലത്തെയും മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന ചെർക്കുളം അബ്ദുല്ല സാഹിബിൻ്റെ 8ാം ചരമവാർഷിക ദിനമാണിന്ന്. ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ ചെറുക്കളത്തോടൊപ്പം പ്രവർത്തിച്ച പല നേതാക്കന്മാരും ചെറുക്കളത്തെ അനുസ്മരിക്കുകയും അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനിയും സുദീർഘമായ ഒരു സംസാരത്തിലേക്ക് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. ദീർഘകാലം മുസ്ലിം ലീഗിനെ ഈ ജില്ലയിൽ നയിക്കുകയും ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി മുസ്ലിം ലീഗിനെ വളർത്തിയെടുക്കുകയും ചെയ്ത നേതാവിൻ്റെ 8ാം ചരമവാർഷിക ദിനത്തിൽ ഇവിടെ ഒരു അനുസ്മരണ പരിപാടി സംഘടിക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗ്ലാമർ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ്റെ ശില്പി പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തലയെ പങ്കെടുപ്പിക്കാൻ സാധിച്ചത് വലിയൊരു അഭിമാന കാര്യമായി ഞങ്ങൾ കരുതുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലായ്പ്പോഴും അകമഞ്ഞ സഹായം ചെയ്തിട്ടുള്ള നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. കാസർഗോഡ് പാക്കേജ് എന്ന സ്വപ്ന പദ്ധതി ഈ ജില്ലയ്ക്ക് അനുവദിച്ചത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായി വരുന്ന സമയത്ത് കാസർഗോഡ് ജില്ലയുടെ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഈ ജില്ലയിലാകെ പര്യടനം നടത്തി സർക്കാരിന് സമർപ്പിച്ച ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രഭാകരൻ കമ്മീഷൻ നിയമിക്കുകയും ആ പ്രഭാകരൻ കമ്മീഷൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കാസർഗോഡ് പാക്കേജ് ഉൾപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കണം. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുകയും നേതൃത്വം നൽകുകയും അത് പ്രാവർത്തികവുമാക്കി ചെയ്ത മഹാനായ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തെ ഈ പരിപാടിക്ക് ലഭിച്ചതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്.
ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കളക്ടർ മൈനാറ്റി MLA അവർകളാണ്. അവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഖജാൻജിയും മുൻ മന്ത്രിയുമായ CT അമരി സാഹിബ് അവർകളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാം ബഹുമാന്യനും ആദരണീയനുമായ ജൈനുലാബ്ദീൻ തങ്ങൾ കുന്നംകൈ അവർകളെ നമുക്കെല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എന്നെ നെല്ലിക്കുന്ന്, അതുപോലെ തന്നെ ബഷീർ പള്ളിക്കൊത്ത് തുടങ്ങിയവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ നമ്മുടെ മഞ്ചേശ്വരത്തിൻ്റെ MLA പ്രിയങ്കനായ AK മഷറഫ് അവர்களെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികളായ ഖജാൻജി PM മുനീറാജി, വൈസ് പ്രസിഡന്റുമാരായ KA ബക്കർ, AM കടവത്ത്, NA ഖാലിദ്, അബ്ദുറഹിമാൻ ഉൻപോർ, അതുപോലെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന നമ്മുടെ ലോക്സഭാ അംഗം, മുസ്ലിം ലീഗിൻ്റെ എല്ലാ പരിപാടികളിലും നേരത്തെ തന്നെ എത്തിച്ചേർന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരോടൊപ്പം സന്തോഷം പങ്കിടുന്ന പ്രിയങ്കരനായ നമ്മുടെ MP രാജ്മോഹൻ ഉണ്ണിത്താൻ അവർകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ വേദിയിലും സദസ്സിലും ഉപസ്ഥിതരായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും DCC പ്രസിഡന്റ് പ്രിയപ്പെട്ട PK പൈസൽ അവர்களுണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം വേദിയിലും സദസ്സിലും തന്നെയായിട്ടുള്ള ബഹുമാന്യരായ മുഴുവൻ ജില്ലാ, മണ്ഡലം, മുനിസിപ്പൽ പഞ്ചായത്ത് ഭാരവാഹികളെയും സഹപ്രവർത്തകരെയും നേതാക്കളെയും സഹോദരന്മാരെയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രസിഡന്റ് കളക്ടർ മൈനാറ്റിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്. ഏറ്റവും പ്രിയങ്കരനായ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുടെ വികസനത്തിന് വേണ്ടി അദ്ദേഹം KPCC പ്രസിഡൻ്റായിരിക്കുമ്പോൾ കൊണ്ടുവന്ന പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം നടപ്പിലാക്കുന്ന KDP പദ്ധതി ഉൾപ്പെടെ വർഷം തോറും 100 കോടിയിൽ പരം രൂപ ലഭ്യമാകുന്ന ഒരു പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്തത് ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയായ ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് സാഹിബ്, കാസർഗോഡിൻ്റെ പ്രിയങ്കരനായ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതുപോലെ AK മഷറഫ്, മറ്റ് ജനപ്രതിനിധികളെ, മുസ്ലിം ലീഗിൻ്റെ എൻ്റെ ജില്ലാ ഭാരവാഹികളായ എൻ്റെ സഹപ്രവർത്തകരെ, നല്ലവരായ മുസ്ലിം ലീഗിൻ്റെയും മറ്റ് ഘടകകക്ഷികളുടെയും നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് ചെർക്കുളം അബ്ദുള്ള സാഹിബിൻ്റെ ചരമദിനമായതുകൊണ്ട് ഇന്ന് തന്നെ സംഘടിപ്പിക്കണം, അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് വേറൊന്നും ആലോചിക്കാതെ അന്ന് തന്നെ സമയം തരികയും ഈ പരിപാടിയാണ് ഇന്ന് അദ്ദേഹം ജില്ലയിൽ തന്നിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പം ഓപ്പറേഷൻ തൂഫാൻ വാരിയർമാരാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടി നായ്മാറങ്ങളിൽ സ്കൂളിൽ നടന്നത്. ബാക്കി പരിപാടികളും ഇതോടൊപ്പം അനുബന്ധിച്ച് രൂപപ്പെടുത്തിയ ഒരു പരിപാടികളായിരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാന പരിപാടിയായി അന്ന് തന്നെ അദ്ദേഹം നൽകിയത് ഈ ചെർക്കുളം അബ്ദുള്ള അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ചെർക്കുളം അബ്ദുള്ള സാഹിബിനെ കുറിച്ച് നമുക്ക് മന്ത്രിയോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ കുറേ കാലങ്ങളോളം
നിയമസഭയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെർക്കളം മന്ത്രിയായിരുന്ന സമയത്ത് പോലും അദ്ദേഹം പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തുണ്ടാവുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വളരെയധികം വ്യക്തിബന്ധമുള്ള ഒരു സഹപ്രവർത്തകൻ കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്നതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ചെർക്കളം അബ്ദുള്ള സാഹിബിനെ കുറിച്ച് പറയേണ്ടതില്ല. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ചെർക്കളം ഉണ്ടായിരുന്നപ്പോൾ UDF എന്ന് പറഞ്ഞാൽ അത് ചെർക്കളത്തിൻ്റെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകളായിരുന്നു. അത്രയും ശക്തനായ, അത്രയും ആജ്ഞാശക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ കൃത്യനിഷ്ഠ പാലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന ഒരു വ്യക്തിയായിരുന്നു ചെർക്കളം അബ്ദുള്ള സാഹിബ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്ന മന്ത്രിയെയും, ഇപ്പോൾ സമയം കുറേ വൈകിയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എന്നിരുന്നാലും ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ 2 മാസത്തോളമായി ഭരണം മാറി ഈ വേളയിൽ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായി ഓപ്പറേഷൻ തൂഫാൻ കൊണ്ടുവരികയും അതിൻ്റെ പകർപ്പ് എന്ന നിലയിൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ മികച്ച ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ സംഘടിപ്പിച്ചതെന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ കൈയേറ്റിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവരും, എനിക്ക് നിങ്ങളോടെല്ലാം ഒന്നും കൂടി അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി അതിൻ്റെ വാരിയർമാരായി മാറിക്കൊണ്ട് എന്തെങ്കിലും സൂചന ലഭിക്കുകയാണെങ്കിൽ അത് പോലീസിനോട് കൂടി പങ്കുവെച്ചുകൊണ്ട് നിയമം കയ്യിലെടുക്കാതെ നമുക്കതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവരുകളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ ഈ പരിപാടിക്ക് ലഭിച്ചതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവരുകളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കലക്ടർ മൈനാജി MLA, എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ അബ്ദുറഹിമാൻ ജനറൽ സെക്രട്ടറി, പ്രിയപ്പെട്ട എൻ്റെ ആത്മസുഹൃത്ത് ശ്രീ NA നെല്ലിക്കുന്ന് MLA, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പാർലമെൻറ്റ് അംഗം, ഇന്ന് ഇവിടുത്തെ പരിപാടികൾക്ക് വേണ്ടി പാർലമെൻറ്റ് സമ്മേളനം വിട്ട് ഇവിടെ സന്നിഹിതനായിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ CT അഹമ്മദ് അലി ട്രഷറർ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി, PM മുനീർ ഹാജി ട്രഷറർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ PK ഫൈസൽ, ബഷീർ വള്ളിക്കോത്ത്, AKM അഷ്റഫ് MLA, KE ബക്കർ, ശ്രീ കടവത്ത്, ശ്രീ NA ഖാലിദ്, TA മൂസ, അബ്ദുറഹിമാൻ, AGC ബഷീർ, M അബ്ബാസ്, AB ഷാഫി, TS റഹ്മാൻ, ഹാരിസ് ചൂരി, അസീസ് മരക്കൈ, മാഹിൻ കേളോട്ട്, കലക്ടർ അബ്ദുൽ ഖാദർ, PKC റൌഫ് ഹാജി, AK ആരിഫ്, TM ഇക്ബാൽ, അബ്ദുൾ റഹ്മാൻ MK, KK ബദറുദ്ദീൻ, സത്താർ വടക്കുംപാട്, അഷ്റഫ് എടനീർ, അസീസ് കുളത്തൂർ, സഹീർ ആസിഫ്, അനസ് എതിർത്തോട്, ഇർഷാദ് മൊഗ്രാൽ, സെയ്ദ് സൈഫുദ്ദീൻ കുന്നുംകൈ, അൻസാഫ് കുന്നിൽ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ശ്രീ ചെർക്കളം അബ്ദുള്ള ഇപ്പോഴും നമ്മളുടെ ഇടയിലുണ്ട് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. വളരെ കർമ്മധീരനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. കാസർഗോഡ് ജില്ലയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ശക്തിയായിരുന്നു ശ്രീ ചെർക്കളം അബ്ദുള്ള. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഐക്യജനാധിപത്യ മുന്നണിയെ ശക്തിയായി മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഞാൻ KPCC പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ നിരവധിയായ സന്ദർഭങ്ങളിൽ
UDF-മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വരുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം എല്ലാ പരിപാടികൾക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് MLA-മാരായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പൊതുപ്രവർത്തകരായി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിലപാടുകൾ എടുക്കുന്ന കാര്യത്തിൽ ഒരു മടിയുമില്ലാത്ത, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ പാർട്ടിയുടെയും മുന്നണിയുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച കരുത്തനായ ഒരു നേതാവായിരുന്നു ശ്രീ ചെർക്കളം അബ്ദുള്ള എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകനാണ് എന്നെ ഈ ചടങ്ങിന് വിളിച്ചത്. അതേ തുടർന്നാണ് മറ്റ് പരിപാടികൾ ഞങ്ങളിട്ട്. കാരണം അദ്ദേഹവുമായി അത്രയേറെ അടുത്ത സൗഹൃദം, ബന്ധം ഞാൻ വെച്ച് പുലർത്തിയിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല, മികച്ച ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രിയായിരുന്നപ്പോൾ പുതിയ പദ്ധതികൾ കൊണ്ടുവരാനും കേരളത്തിലെ പഞ്ചായത്തി രാജ് സംവിധാനം കരുത്തുറ്റതാക്കി മാറ്റാനും ശ്രീ ചെർക്കളം വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. അവിടെയെല്ലാം ഒരു കാര്യം വളരെ വ്യക്തമാണ്. വളരെ ആത്മാർത്ഥമായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എപ്പോഴും അദ്ദേഹത്തിനൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു. ആ രാഷ്ട്രീയം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ ഒരിക്കലും വെള്ളം ചേർക്കാതെ മുന്നണിയുടെ, അത് കോൺഗ്രസും ലീഗും ചേർന്ന മറ്റ് ഘടകകക്ഷികളും ചേരുന്ന ഈ മുന്നണിയുടെ താല്പര്യമായിരുന്നു എപ്പോഴും അദ്ദേഹത്തെ നയിച്ചിരുന്നത്. ഈ ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും നല്ല ശബ്ദമായിരുന്നു അദ്ദേഹം. കരുത്തുറ്റ നേതൃത്വമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മരണം നമ്മളെല്ലാവരും വളരെ നഷ്ടബോധത്തോടെ ഓർക്കുന്നത്. ഞാനന്ന് മരിച്ചപ്പോൾ ഞാനന്ന് ബാംഗ്ലൂർ, എനിക്കൊന്നും വരാൻ ഒരു നിവൃത്തിയില്ലാത്ത ദിവസം. പക്ഷേ ഞാൻ അവിടുന്ന് കൊച്ചി ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂർ വന്ന്, ബാംഗ്ലൂരിൽ നിന്ന് മാംഗ്ലൂർ വന്ന്, എന്നിട്ടാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ ആ സ്നേഹബന്ധം ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. നമുക്കറിയാം, ഓരോ നേതാക്കന്മാർ നമ്മളെ വിട്ടുപിരിയുമ്പോഴുണ്ടാകുന്ന ശൂന്യത പലപ്പോഴും നമുക്ക് നികത്താൻ കഴിയാത്തതാണ് എന്നത് ഒരു വസ്തുതയാണ്. അവസാന നിമിഷം വരെ മുസ്ലിം ലീഗിൻ്റെ എന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയും ഐക്യ ജനാധിപത്യ മുന്നണി എന്ന നമ്മുടെ മുന്നണിക്ക് വേണ്ടിയും ധീരമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. മന്ത്രിയായിരുന്നു കൊണ്ട് അദ്ദേഹം നടപ്പാക്കിയ വിവിധ പദ്ധതികൾ ഇന്നും ജനങ്ങൾ ഓർക്കുന്നതാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾക്കോടൊപ്പം, പാവപ്പെട്ടവരോടൊപ്പം ഏറ്റവും കൂടുതൽ അനുകമ്പ കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ചേർക്കളം ഒരു കരുത്തനായ നേതാവായി എല്ലാ കാലത്തും അറിയപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മുടെ കലക്ടറുമായി MLA-യോടൊപ്പം പോയിരുന്നു, MP-യോടൊപ്പം പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളെ, ഭാര്യ, സഹധർമ്മിണി ഉൾപ്പെടെയുള്ള എല്ലാവരെയും കണ്ട് എൻ്റെ ആദരവ് അറിയിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞത് സന്തോഷമുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നും ശക്തമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ 10 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഗവൺമെൻറ് ഉണ്ടായിരിക്കുന്നത്. ആ ഗവൺമെൻറ് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ ശക്തമാക്കണം. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. അത് ഓപ്പറേഷൻ തുഫാനാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് നമ്മുടെ അമ്മമാരും ഉമ്മമാരുമാണ്. കാരണം ഈ നാടിനെ തകർക്കുന്ന, നമ്മുടെ ചെറുപ്പക്കാരെ ഇല്ലാതാക്കുന്ന മയക്കുമരുന്നിൻ്റെ പിടിയിൽ നിന്നും, ലഹരിയുടെ പിടിയിൽ നിന്നും ഈ കേരളത്തെ മോചിപ്പിക്കാൻ ഒരു മഹാദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അത് വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രിയങ്കരനായ എൻ്റെ സ്നേഹിതൻ ശ്രീ ചെർക്കളം അബ്ദുള്ളയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി കാസർഗോഡിൻ്റെ പ്രിയങ്കരനായ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, കാസർഗോഡ് MLA ശ്രീ കല്ലട്ടർ മായി ഹാജി, അതുപോലെ സ്വാഗത പ്രാസംഗികൻ ശ്രീ അബ്ദുറഹ്മാൻ, അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ശ്രീ NA നെല്ലിക്കുന്ന് MLA, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ ശ്രീ CT അഹമ്മദ് അലി,
ശ്രീ AK അഷ്റഫ്, അധ്യക്ഷവേദിയിരിക്കുന്ന നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും പ്രവർത്തിക്കുന്ന സ്നേഹനിധികളായ ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാരെ, ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് 2 മണിക്കുള്ള തീവണ്ടിയിൽ മടങ്ങിപ്പോകണം. ഇനി നമ്മുടെ അന്തരിച്ച നേതാവ് മൊയ്തീൻ കുട്ടി ഹാജിയുടെ വീട്ടിൽ കൂടെ ഒന്ന് കയറണം ചട്ടഞ്ചാല്. എനിക്ക് പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുകൊണ്ട് ഇന്ന് ഇച്ചിരി ആശ്വാസമുണ്ട്. എന്നാലും പാർലമെൻറ്റ് ഇന്നു മുതൽ വീണ്ടും പ്രക്ഷുബ്ധമാവുകയാണ്. MP-മാർക്കെല്ലാം 3 ലൈൻ വിപ്പ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ 2-3 സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസത്തെ പാർലമെൻറ്റ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. രമേശ് ചെന്നിത്തല യാത്രയാക്കിയാൽ ഉടൻ എനിക്ക് ഡൽഹിയിലേക്ക് യാത്രയാകണമെന്നുള്ളതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗം നടത്തുന്നില്ല. ശ്രീ ചെർക്കള അബ്ദുള്ളയുടെ മകൻ നാസർ ചെർക്കള, അദ്ദേഹം ഇന്ന് 9 മണിക്ക് പള്ളിയിൽ പ്രാർത്ഥനയുണ്ട്, അവിടെ ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ഒരു സമയം ഇച്ചിരി വൈകിയതുകൊണ്ട് ആഭ്യന്തരമന്ത്രിയും ഇവിടുത്തെ MLA ഒക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും അദ്ദേഹത്തിൻ്റെ മക്കളെ എല്ലാം കണ്ട് അവിടെയാണ് ആദ്യമായി അനുശോചനം അറിയിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമുക്കറിയാം, ഇന്ന് 8 വർഷക്കാലമായി ചെർക്കള അബ്ദുള്ള വിട്ടുപിരിഞ്ഞിട്ട്. ആ സിംഹാസനം ഇന്ന് ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ആരും എന്നെ കുറ്റപ്പെടുത്തും എന്നെനിക്ക് തോന്നുന്നില്ല. ഇത്രയും നിലപാടുള്ള ഒരു നേതാവ്, സ്വന്തമായി ആജ്ഞാശക്തിയുള്ള ഒരു നേതാവ്, ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ്, കൂടെ നിൽക്കുന്ന പ്രവർത്തകന്മാരെ കൂടണച്ച് അവരെ സഹായിക്കുന്നൊരു നേതാവ്, എന്തിനും ഏതിനും ആരുടെയും മുഖം നോക്കാതെ ശക്തമായ അഭിപ്രായം പറയുന്ന ഒരു നേതാവ്. ആ നേതാവിൻ്റെ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്നത്തെ രീതിയിൽ ശക്തി പ്രാപിക്കാനായി അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. PK ഫിറോസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലീഗിന് കേരളത്തിൽ 1000കണക്കിന് ഓഫീസുകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ചെർക്കള അബ്ദുള്ളയെ പോലൊരു 10 പേരെ വാർത്തെടുക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഓഫീസുകളെക്കാൾ മഹത്തരമാണ് ഒരു 10 ചെർക്കള അബ്ദുള്ളമാരെ വാർത്തെടുത്താൽ പിന്നെ ലീഗിന് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ലീഗിൻ്റെ ഒരു നാവായിരുന്നു അദ്ദേഹം. അവിഭക്ത കണ്ണൂർ ജില്ലയിൽ ലീഗിൻ്റെ സെക്രട്ടറിയായി 84 ജില്ല രൂപീകരിക്കുമ്പോൾ ഇവിടുത്തെ ജനറൽ സെക്രട്ടറിയായി, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രസിഡൻ്റായി, ഇവിടെ STU എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന് നേതാവായി, ലീഗിൻ്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ച അദ്ദേഹം 19 വർഷക്കാലം അദ്ദേഹം മഞ്ചേശ്വരത്തിൻ്റെ MLA ആയിരുന്നു. ആൻ്റണിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. സപ്തഭാഷാ സംഗമഭൂമിക്ക് തൊട്ടടുത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം അട്ടിമറിച്ച് ഈ രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു വലിയ കോട്ട കെട്ടി തലപ്പാടിക്കിപ്പുറത്തോട്ട് ആ വർഗീയത്തിൻ്റെ കാറ്റ് ആഞ്ഞു വീശാതിരിക്കാൻ ഒരു വൻ മരമായി പ്രവർത്തിച്ച ആളാണ് ശ്രീ ചെർക്കള അബ്ദുള്ള. അതുകൊണ്ട് ഈ സപ്തഭാഷാ സംഗമഭൂമിയിലെ മതേതരത്വത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായി നമുക്ക് ചെർക്കള അബ്ദുള്ളയെ കാണാം. മാത്രമല്ല, ഇന്ന് കേരളമെമ്പാടും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അതിബൃഹത്തായ ഒരു വടവൃക്ഷമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. സ്ത്രീകളെ സാമ്പത്തികമായി സാമൂഹ്യമായി ഒക്കെ ശാക്തീകരിക്കാൻ വേണ്ടി രൂപീകരിച്ച കുടുംബശ്രീ ഇന്നത്തെ നിലയിലെത്താൻ കാരണക്കാരൻ ഒരാൾ അദ്ദേഹമാണ്. മാത്രമല്ല, പാർലമെൻറ്റിനകത്ത് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന പഞ്ചായത്തി രാജ് നഗരവാലി ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട വികേന്ദ്രീകൃത ജനാധിപത്യം, അതാണ് പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ല്. ആ ബില്ല് ജനകീയ ആസൂത്രണം എന്ന പേരിൽ മാറ്റി ചില ആളുകൾ അതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ പേര് മാറ്റി കേരള മോഡൽ ജനാധിപത്യം എന്ന പേര് നൽകി വീണ്ടും ആ പ്രക്രിയ UDFൻ്റെ സന്തതിയാണെന്ന് തെളിയിച്ച ഉജ്ജ്വല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ ചെർക്കള അബ്ദുള്ള. നിഷ്കളങ്കമായ പെരുമാറ്റം കൊണ്ട്,
നിസ്വാർത്ഥമായ പ്രവർത്തന ശൈലി കൊണ്ട് ഉലയാത്ത കർമ്മധീരതയുടെ ഉജ്ജ്വല പ്രതീകമായി മാറിയ ശ്രീ ചെർക്കളം അബ്ദുള്ള ഒരു കാലഘട്ടത്തിൻ്റെ വികാരമായിരുന്നു, ഒരു കാലഘട്ടത്തിൻ്റെ രോമാഞ്ചമായിരുന്നു, ഒരു കാലഘട്ടത്തിൻ്റെ നിറസാന്നിധ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് ആ സിംഹാസനം ഇന്നും കാസർഗോഡ് ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി ആ കുടുംബത്തിൽ നിന്ന് നിരവധി ആളുകളെ മുസ്ലിം ലീഗിന് സംഭാവന ചെയ്തിട്ടാണ് അദ്ദേഹം യാത്രയായത്. അദ്ദേഹത്തിൻ്റെ വേർപാട് കാസർഗോട്ടെ മുസ്ലിം ലീഗിനും ജനാധിപത്യ പ്രസ്ഥാനത്തിനും ഐക്യമുന്നണിക്കും ഒരിക്കലും നികത്താനാകാത്തൊരു വിടവ് സൃഷ്ടിച്ചിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ആ വിടവായി തന്നെ കിടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. സമയം വൈകിയത് കാരണം ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ മഞ്ചേശ്വരം MLA AK മസ്റൂഫ്. പ്രിയപ്പെട്ട രമേശ് അടക്കമുള്ള ബഹുമാന്യ നേതാക്കളെ, നമ്മുടെയൊക്കെ കാസർകോട്ടുകാർ അഭിമാനത്തോടുകൂടി നമ്മളെപ്പോഴും എന്നും പറയുന്ന ഒരു നാമമാണ് ജനാബ് ചെർക്കളം അബ്ദുള്ള സാഹിബിൻ്റെ പേര്. പാർട്ടി പ്രവർത്തകരോട് നീ ആരട എന്ന് ചോദിക്കുമ്പോൾ ഞാനട എന്ന് പറയാൻ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രിയപ്പെട്ട നേതാവിൻ്റെ പേരാണ് ചെർക്കളം അബ്ദുള്ള എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അനുസ്മരണമാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. വേദിയിലിരിക്കുന്ന ആളുകളെക്കാളും വേദിക്ക് മുമ്പിൽ ചെർക്കളം അബ്ദുള്ള സാഹിബിൻ്റെ കൂടെ വളർന്ന ഒരുപാട് അനുഭവിച്ച ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. സാധാരണ ഒരു ലീഡർ തെറി പറയുമ്പോൾ നമ്മൾ എല്ലാവരും പുറത്ത് വന്നിട്ട് മുഖം കറുക്കും. നമ്മളൊക്കെ ഇങ്ങനെ പറയും, എന്നെ അദ്ദേഹം തെറി വിളിച്ചു, ഞാൻ നാണം കെട്ടു എന്ന്. എൻ്റെയും നിങ്ങളുടെയും രാഷ്ട്രീയ ജീവിതത്തിൽ ഒരാൾ തെറി വിളിക്കുമ്പോൾ പുറത്ത് വന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി ചെറുക്കളം ഞങ്ങളെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു നേതാവിൻ്റെ തെറിയാണ്. അത് ചെറുക്കളം അബ്ദുള്ള സാഹിബിൻ്റെ തെറിയാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി മഞ്ചേശ്വരത്ത് ഇപ്പോഴും 5-6 വർഷത്തിലേക്ക് രണ്ടാമതും MLA ആയി കടന്നു പോകുമ്പോൾ ആളുകൾ പറയും ചെറുക്കളത്തിനെ പോലെ ആകുന്നില്ല, ചെറുക്കളത്തിനെ പോലെ പോരാ എന്ന്. പക്ഷേ അത് അള്ളാഹു മാത്രം നൽകിയ കഴിവും ഒരു 100, 200, 300 വർഷത്തിൽ ഈ ജില്ലയ്ക്ക് ലഭിക്കുന്നൊരു വരദാനമായിരുന്നു പ്രിയപ്പെട്ട ചെറുക്കളം അബ്ദുള്ള സാഹിബ്. അദ്ദേഹത്തിൻ്റെ കൂടെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകൾക്ക് വിരാമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ യോഗത്തിൽ പങ്കെടുത്ത ബഹുമാനനായ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർക്ക് കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കൃതജ്ഞത അറിയിക്കുന്നു. അതോടൊപ്പം ഇവിടെ പങ്കെടുത്ത ബഹുമാനനായ MP രാജ്മോഹൻ ഉണ്ണിത്താൻ അവർ, അതുപോലെ ബഹുമാനനായ തങ്ങളവറുകൾ, വേദിയിലുള്ള മുഴുവൻ നേതാക്കളെയും ഒരിക്കൽ കൂടി കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഈ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്.